Okay, so now we can go to our next experiment. So, next experiment a cam profile, designing of a cam profile or camshaft. That is the fourth experiment in this particular lab. Okay, സോ അപ്പോൾ ഈ ക്യാം പ്രൊഫൈൽ എന്തിനാണ് ക്യാം പ്രൊഫൈൽ യൂസ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീവിയസ് റെഗുലേഷൻ്റെ 2015 റെഗുലേഷനിൽ നിങ്ങളുടെ മെക്കാനിക്സ് ഓഫ് മെഷീനറി ആൻഡ് മെറ്റീരിയൽസിൻ്റെ സബ്ജക്റ്റ് S3 പഠിക്കുന്ന സബ്ജക്റ്റിനകത്ത് മെക്കാനിക്സ് ഓഫ് മെഷീനറി എന്ന് പറഞ്ഞൊരു ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു, ഒരു മൊഡ്യൂൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ മെക്കാനിക്കലിൽ പഠിക്കുന്ന രീതിയിലുള്ള ക്യാം പ്രൊഫൈൽ, ആക്സിലറേഷൻ ട്രയാങ്കിൾ, വെലോസിറ്റി ട്രയാങ്കിൾ ഒക്കെ ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നു. ഇപ്പോഴത്തെ റിവൈസ്ഡ് റെഗുലേഷനകത്ത് അത് ആവശ്യമില്ല എന്ന് തോന്നി അത് ഒഴിവാക്കിയിട്ടുണ്ട്. ബട്ട് നമുക്ക് ക്യാഡ് ഡ്രോയിങ്ങിൽ നമുക്ക് എല്ലാവിധ മെക്കാനിക്കൽ പാർട്സും ഡിസൈൻ ചെയ്തു. നമ്മൾ ഓൾറെഡി ബ്ലേസ് പ്ലേറ്റ് ഡിസൈൻ ചെയ്തു, നല്ല ബെൽറ്റ് ക്രാങ്ക് ഡിസൈൻ ചെയ്തു. ഈ കമ്പോണൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ജനറൽ യൂസിങ് കമ്പോണൻസ് ആണ്. ജനറൽ യൂസേജ് കമ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ ആപ്ലിക്കേഷൻസ് പല മേഖലകളിലും നമുക്ക് കാണാം ഈ കൺസെപ്റ്റുകളുടെ. അപ്പോൾ ഈ ക്യാം പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടൈമിങ്ങിനനുസരിച്ച് ഉള്ള പർട്ടിക്കുലർ വാൾവുകളുടെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടും അതുപോലെയുള്ള ചില ഫോഴ്സ് ട്രാൻസ്മിഷൻ്റെ ടൈമിങ് വെച്ചിട്ടുള്ള ട്രാൻസ്മിഷൻസിന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കുന്നതാണ് എന്ത് ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഞാൻ നിങ്ങൾക്ക് അതിന് എക്സാമ്പിളായിട്ട് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. 1 മിനിറ്റ്, ഒരു മിനിറ്റ് ഒന്ന് കണ്ടിട്ടെ. ഓക്കെ, അപ്പോൾ ഒരു ക്യാം പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാൾവ്, ഇപ്പോൾ കാണുന്നത് ഒരു വാൾവാണ്. ഓക്കെ, ഈ വാൾവിൻ്റെ മൂവ്മെൻറ്റ് ഈ ക്യാം പ്രൊഫൈലിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ട്, അപ്പോൾ ഈ കാണുന്നതാണ് ഈ ബ്ലൂ കളറിൽ, ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്, ക്യാം പ്രൊഫൈൽ എക്സ്റ്റൻഷനാണ്. സോ ഈ ക്യാം പ്രൊഫൈലിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് ഈ ക്യാം പ്രൊഫൈൽ ഇതാണ് ക്യാം പ്രൊഫൈലിൻ്റെ അത് ക്യാം ഷാഫ്റ്റ് തന്നെ ഇതിന് പറയാം. ഷാഫ്റ്റിൻ്റെ മുകളിലാണ് ഇത്തരം ഒരു ഷേപ്പ് വച്ചിട്ടുണ്ടാവുക. ആ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ ഷേപ്പ് മൂവ് ചെയ്യുക. ഈ ഷേപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ വാൾവിന് കിട്ടുന്ന മോഷൻ അത് ഒരു ടൈമിങ്ങിന് ആസ്പദമായിട്ടായിരിക്കും. ഇതിൻ്റെ റൊട്ടേഷൻ 360 റൊട്ടേഷൻ, ആ 360 റൊട്ടേഷൻ്റെ അകത്താണ് ഇതിൻ്റെ ഓരോ പ്രൊഫൈൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനെ ക്യാം പ്രൊഫൈൽ എന്ന് പറയും. നോക്കി നോക്കൂ, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി വാൾവുകൾ ആ രണ്ട് ക്യാം ഷാഫ്റ്റാണ്, 2 സെറ്റ് ഓഫ് ക്യാം ഷാഫ്റ്റാണ്. ആ ഇതിപ്പോൾ ഒരു വാൾവാണ്. നോക്കി നോക്കൂ, ഇതിപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ നമ്മളുടെ ഐ സി എഞ്ചിനകത്ത് നമുക്ക് 2 ടൈപ്പ് വാൾവുകൾ ഉണ്ടാവും. ഒന്ന് എന്താണ്, നമുക്ക് ഇൻടേക്ക് വാൾവും എക്സോസ്റ്റ് വാൾവും. ഇൻടേക്ക് വാൾവ് എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ എയർ മിക്സ്ചർ അല്ലാച്ചെങ്കിൽ എയർ പുറത്തുനിന്ന് ഇൻടേക്ക് ചെയ്യാനുള്ളതും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സോസ്റ്റും. അപ്പോൾ ഫസ്റ്റ് സ്ട്രോക്കിലാണ് നമുക്ക് ഇൻടേക്ക് വാൾവ് ഓപ്പൺ ആക്കേണ്ടത്. ഫോർത്ത് സ്ട്രോക്കിലാണ്, അതായത് ഫോർത്ത് സ്ട്രോക്ക് ആണെങ്കിൽ ആ സ്ട്രോക്കിലാണ് നമുക്ക് എന്താണ് ഈ എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആവേണ്ടത്. അപ്പോൾ ഈ ഷാഫ്റ്റിൻ്റെ മൂവ്മെൻറ്റ് ഒരു റൊട്ടേഷനകത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ആ റൊട്ടേഷൻ്റെ ഏത് പീരീഡിലാണ് ഇത് ഓൺ ആവേണ്ടത്, ഇതിനൊക്കെ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ടൈമിംഗ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ടൈമിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാം ഷാഫ്റ്റുകൾ യൂസ് ചെയ്യാറുള്ളത്. നോക്കി നോക്കൂ, ഇത് ഈ കാണുന്ന ഇതാണ് ക്യാമ്. ഈ ക്യാമിൻ്റെ ഷേപ്പ് കണ്ടില്ലേ? ഈ ക്യാമിന് ഓരോ ക്യാമുകൾക്ക് ഓരോ ഷേപ്പാണ് ഡിപ്പെൻഡിങ് ഓൺ ദ പെർപ്പസ്. അത് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും ക്യാം പ്രൊഫൈൽ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്നുള്ളത്. അതിനനുസരിച്ചാണ് നമ്മൾ ക്യാം പ്രൊഫൈൽ ഡിസൈൻ ചെയ്യുക. ഇപ്പോൾ നോക്കി നോക്കൂ, ഇത് നമ്മുടെ എൻജിൻ്റെ ഇത് എന്താണ് പിസ്റ്റണിൽ നിന്ന് കിട്ടുന്ന മൂവ്മെൻറ്റ് റൊട്ടേറ്റീവ് മോഷനാക്കി കൺവേർട്ട് ചെയ്തതിന് ശേഷം ഇത് ഒരു ഗിയർ വഴി കൊടുക്കുമ്പോൾ അതിൻ്റെ ടൈമിങ്, ആ റൊട്ടേഷൻ ടൈമിങ് ഇങ്ങനെ വരുമ്പോൾ ഇതിവിടെ ടച്ച് ചെയ്യുമ്പോൾ വാൾവ് കൊണ്ടുവന്ന് ഇത് ഓപ്പൺ ആവുന്നു. ഓക്കെ, അതുപോലെ ഇപ്പുറത്ത് വേറെ ഉണ്ട്. ഇത് ഇൻടേക്ക് വാൾവാണ്, ഇവിടെ എക്സോസ്റ്റ് വാൾവിൻ്റെ ഇത് വേറെ ഇതേ സെയിം മെക്കാനിസം അവിടേക്കും കൊടുക്കുന്നുണ്ട്. നോക്കിയോ, ഇതിൻ്റെ മുകളിലൂടെ ഗൈഡ് ചെയ്താണ് പോകുന്നത്. ഇതാണ് ഇതിനെ നമുക്ക് നൈഫ് എഡ്ജ് എന്ന് പറയാം. ഇതുമായിട്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് നൈഫ് എഡ്ജ് പറയാം. ഈ നൈഫ് എഡ്ജാണ് ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകുന്നത്. കണ്ടില്ലേ? അത് ഇപ്പോൾ ഇങ്ങനെ ഉയർന്ന പോർഷൻ വരുമ്പോൾ അത് മുകളിലോട്ടാവും, അപ്പോൾ വാൾവ് ഓപ്പൺ ആവും. ഇനി ഇതുപോലെ തന്നെ സിംഗിൾ ഓവർ ഹെഡ് ക്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ക്യാം കൊണ്ട് തന്നെ ഇൻടേക്ക് വാൾവും എക്സോസ്റ്റ് വാൾവും കൂടെ വർക്ക് ചെയ്യിക്കുന്ന ഒറ്റ സെറ്റിൽ തന്നെ, ഒറ്റ പിനിയിൽ തന്നെ. ഇവിടെ ഇത് 2 സെപ്പറേറ്റ് ആയിരുന്നു, ഇവിടെ ഒറ്റ ഇതുണ്ട്.
ഇവിടെയും ആ ടെക്നോളജി നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ IC എഞ്ചിൻ്റെ ഇതിനകത്ത് വരുന്നതാണ്. ഇവിടെ ഇതാ ഈ സെറ്റ് ഓഫ് ക്യാംസ് ആണ്, ഇത് രണ്ടും ഓപ്പറേറ്റ് ചെയ്യുന്ന സിംഗിൾ. അതുപോലെ തന്നെ ഇത് ഡബിൾ ഓവർ ഹെഡഡ് ക്യാം. ഇവിടെ രണ്ട് സെറ്റ് ഓഫ് എന്തുണ്ട് ആക്സസ് ഉണ്ട്, ക്യാം ഷാഫ്റ്റ് തന്നെ ഉണ്ട് രണ്ടും വർക്ക് ചെയ്യാൻ. നടുക്കത്തെ കേസിനകത്ത് ഒരൊറ്റ ക്യാം ഷാഫ്റ്റ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഷാഫ്റ്റിൽ തന്നെ രണ്ട് ക്യാം വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇവിടെ എല്ലാം ഈ ക്യാമിൻ്റെ ഈ രണ്ട് ക്യാമിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കി നോക്കൂ. ആ മൊത്തം 360 ഡിഗ്രീനെ അറേഞ്ച് ചെയ്തിട്ടാണ് ഈ ക്യാം മൂവ്മെൻ്റ് എല്ലാം നടക്കുന്നത്. ഇവിടെ പോയിട്ടില്ലേ, നോക്കി നോക്കൂ. ഇതാ ഇൻടേക്ക് വാൾവ് ഓപ്പണായി, കംപ്രഷൻ കഴിഞ്ഞു. അപ്പോൾ എന്തായി, ഇനി എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഈ വാൾവുകൾ വരിക. അപ്പോൾ ഈ ഷേപ്പാണ് ക്യാം ഷാഫ്റ്റ്. ഈ ഷേപ്പാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിക്കാത്ത കാരണമാണ് ഞാൻ എന്താണ് ക്യാം ഷാഫ്റ്റ് എന്നും ഇനി ക്യാം ഷാഫ്റ്റിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് വരിക എന്നുള്ളതും ഒക്കെ ഒന്ന് പറഞ്ഞു തരേണ്ടത്. ഇതിനകത്ത് തീർച്ചയായിട്ടും മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് ഉണ്ട്. ഓക്കെ, അതായത് വെലോസിറ്റി ട്രയാങ്കിൾ, മോഷൻ ട്രയാങ്കിൾ, അതുപോലെ വെലോസിറ്റി ഫിഗേഴ്സ്, ആക്സിലറേഷൻ ഫിഗേഴ്സ്, ഇത്തരം കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ക്യാം പ്രൊഫൈൽ വരയ്ക്കുന്നത്. ഈ ക്യാം പ്രൊഫൈൽ വരയ്ക്കുന്നത് ആൾറെഡി മെക്കാനിക്സ് ഓഫ് മെഷീനറിയിൽ ഒരു ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ ഇതിൻ്റെ പാരാമീറ്റേഴ്സ് ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കണം. അതുകൊണ്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഡിസൈനാണ്. ഇനിയുള്ള വർക്കുകൾക്കൊക്കെ കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഓക്കെ, അപ്പോൾ എക്സാക്റ്റായിട്ട് നമുക്ക് ആ ഒരു പ്രോബ്ലത്തിൽ പറഞ്ഞ രീതിയിലുള്ള ക്യാം ഷാഫ്റ്റ് ഡിസൈൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് അടുത്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പല രീതിയിൽ പ്രോബ്ലം ചോദിക്കാറുണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ദ പ്രോബ്ലത്തിൽ ക്യാം പ്രൊഫൈൽ എങ്ങനെ ഉണ്ടായിരിക്കേണ്ടതെന്നുള്ളതിന് ഒരുപാട് വേരിയേഷൻസ് വരാറുണ്ട്. ഓക്കെ, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പ്രോബ്ലംസ് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്യാം ഷാഫ്റ്റിൻ്റെ കാണാം വിത്ത് ഡിഫറെൻറ്റ് നോമൻക്ലേച്ചേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കി നോക്കൂ. എ ക്യാം ഷാഫ്റ്റ് ഈസ് ടു ബി ഡിസൈൻഡ് ഫോർ എ നൈഫ് എഡ്ജ് ഫോളോവർ. ഞാൻ പറഞ്ഞല്ലോ, ആ സ്റ്റിക്ക് ഫോളോ ചെയ്യുന്ന സ്റ്റിക്കിനാണ് നൈഫ് എഡ്ജ് ഫോളോവർ എന്ന്, വിത്ത് ദ ഫോളോയിങ് ഡാറ്റ. അതിനകത്ത് ക്യാം ലിഫ്റ്റ്, മാക്സിമം ക്യാം ലിഫ്റ്റ്, അതായത് ഇപ്പോൾ ആ നൈഫ് എഡ്ജിന് ഒരു ലിഫ്റ്റ് കിട്ടുന്നുണ്ടല്ലോ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ആ ക്യാമിൻ്റെ പ്രൊജക്ടർ പോർഷൻ വരുമ്പോൾ ആ മാക്സിമം ലിഫ്റ്റ് 40 mm ആണ്. ഓക്കെ, 40 mm ഡ്യൂറിങ് 90 ഡിഗ്രി ഓഫ് ക്യാം റൊട്ടേഷൻ. അത് ക്യാം റൊട്ടേഷൻ്റെ 90 ഡിഗ്രിയിലാണ്. ഏതെങ്കിലും മൊത്തം 360 ഡിഗ്രിയാണ്, അതിനകത്ത് ഏതെങ്കിലും ഒരു 90 ഡിഗ്രിയിലാണ് അതിന് എന്ത് വരുന്നത്, മാക്സിമം ഹൈറ്റ് വരുന്നത്. അത് ആ ഹൈറ്റ് അച്ചീവ് ചെയ്യുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനായിട്ടാണ്. ആ ഹൈറ്റ് അച്ചീവ് ചെയ്യുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. ഈ വേർഡിലാണ്, ഈ SHM സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നുള്ള ഈ വേർഡിലാണ് വ്യത്യാസം വരിക. പല പ്രോബ്ലത്തിനകത്തും ചിലത് കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിട്ടാണെന്ന് പറയും, ചിലത് കോൺസ്റ്റന്റ് ആക്സലറേഷൻ ആയിട്ടാണെന്ന് പറയും. അതിനനുസരിച്ച് പ്രൊഫൈലിൽ വ്യത്യാസം വരും, അതിൻ്റെ മൂവ്മെൻറ്റ് പ്രൊഫൈലിൽ വ്യത്യാസം വരും. ഇപ്പോൾ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ കാര്യം നോക്കാം. പിന്നെ ഡ്വൽ ഫോർ നെക്സ്റ്റ്. ഡ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഐഡിയലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഫൈലില്ല, ജസ്റ്റ് ആ 90 ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യും, ആ ഒരു പാത്ത് അതുപോലെ നിങ്ങൾ ഫോളോ. ഇപ്പോൾ എവിടെയാണോ നൈഫ് എഡ്ജ് നിൽക്കുന്നത് അതേ റേഡിയസിൽ നൈഫ് എഡ്ജ് അടുത്ത 30 ഡിഗ്രിയും കൂടെ ട്രാവൽ ചെയ്യും. അതിനുശേഷം ഡ്യൂറിങ് നെക്സ്റ്റ് 60 ഡിഗ്രി ഓഫ് റൊട്ടേഷൻ, അടുത്ത 60 ഡിഗ്രിയിൽ ദ ഫോളോവർ റിട്ടേൺസ് ടു ദ ഒറിജിനൽ പൊസിഷൻ. ഇപ്പോൾ തുടങ്ങിയത് 0 എന്നാണെങ്കിൽ തിരിച്ചെത്തണ്ടേ, റിട്ടേൺ ടു ദ ഇനീഷ്യൽ പൊസിഷൻ വിത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ. വീണ്ടും സിമ്പിൾ ഹാർമോണിക് മോഷനാണ് തിരിച്ചു വരുന്നത്. പിന്നെ ഡ്യുവൽ ഡ്യൂറിങ് റിമൈനിങ് 180. ആ തിരിച്ചെത്തിയ അവിടെ തന്നെ അതേ സർക്കിളിൻ്റെ ഭാഗത്തോട് തന്നെയാണ് നമ്മൾ എന്ത് സംഭവിക്കുന്നത്, തിരിച്ച് ആ റിമൈനിങ് 180 ഡിഗ്രി അത് റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കി നോക്കാം. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഒന്നും കൂടെ വീഡിയോ കാണിച്ചു തരാം. ഇവിടെ ഈ ക്യാം ഇവിടെ നോക്കി നോക്കുക, ഈ ക്യാം റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുക. ഈ ക്യാം റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു 120 ഡിഗ്രിയിലാണ് ക്യാം പ്രൊഫൈൽ അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുള്ളൂ. ക്യാം പ്രൊഫൈൽ ബാക്കിയുള്ളപ്പോൾ ആ ഷാഫ്റ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴെല്ലാം ഷാഫ്റ്റ് ഡ്യുവലിലൂടെയാണ് പാസ് ചെയ്യുന്നത്.
ഓക്കെ, ഡ്വെല്ലിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ബ്ലൂ ആണ് ഞാൻ പറയുന്നത്. ഡ്വെല്ലാണെന്ന് പറഞ്ഞാൽ ആ അതേ പൊസിഷനിൽ. ഇനി മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് റൊട്ടേഷൻ ഇതാണ് മാക്സിമം ഹൈറ്റ്. ഈ കാണുന്ന ഞാൻ മൗസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ മാക്സിമം ഹൈറ്റ് എത്തുന്നത് ആ ഒരു 120 ഡിഗ്രിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതുണ്ട്. ഇത് സിമ്പിൾ ഹാർമോണിക് മോഷനായിട്ട് ഉണ്ട്. മാക്സിമം ഹൈറ്റ് എത്തിപ്പോൾ. എന്നിട്ട് റിട്ടേൺ സ്ട്രോക്കാണ്. റിട്ടേൺ സ്ട്രോക്ക് ഇവിടെ പിന്നെ ഡൊല്ല് പറയുന്നില്ല, നേരിട്ട് റിട്ടേൺ സ്ട്രോക്കാണ്. അത് സിമ്പിൾ ഹാർമോണിക് മോഷൻ പോലെ തന്നെ ഇതാ സിമ്പിൾ ഹാർമോണിക് മോഷൻ പോലെ തന്നെ നടക്കും. ഓക്കെ, സോ ഡ്വെല്ലാണ്, ഇത്രയും ഏരിയ ഡ്വെല്ലാണ്. അതായത് പ്രത്യേകിച്ച് മോഷനൊന്നുമില്ല. ഡ്വെല്ല്, സിമ്പിൾ ഹാർമോണിക്, സിമ്പിൾ ഹാർമോണിക്, ഡ്വെല്ല്. ഓക്കെ, സിമ്പിൾ ഹാർമോണിക്, സിമ്പിൾ ഹാർമോണിക്, ഡ്വെല്ല്. നമ്മളിപ്പോൾ വരയ്ക്കാൻ പോകുന്നതിൻ്റെ സിമ്പിൾ ഹാർമോണിക് ഡ്വെല്ല്, സിമ്പിൾ ഹാർമോണിക്, ഡ്വെല്ലുണ്ട്. അതായത് അതിൻ്റെ ഇടയ്ക്കൊരു ഐഡിയൽ പോർഷൻ കൊടുക്കുന്നുണ്ട് 30 ഡിഗ്രി. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിനകത്ത് അവർ പറയുന്നത് രണ്ട് സിമ്പിൾ ഹാർമോണിക് മോഷനും രണ്ട് സിമ്പിളാണ്. അതായത് മൊത്തം 360 ഡിഗ്രിയിൽ 90 ഡിഗ്രി SHM, പിന്നെ 30 ഡിഗ്രി ഡ്വെല്ല്, പിന്നെ 60 ഡിഗ്രി SHM റിട്ടേൺ സ്ട്രോക്കാണ്. തിരിച്ചെത്തി, പിന്നെ ആ പൊസിഷൻ തന്നെ അതിൻ്റെ അതേ സർക്കിളിൻ്റെ ഭാഗത്ത് തന്നെ 180 ഡിഗ്രി റിമൈനിങ്. മിനിമം റേഡിയസ് ഓഫ് ക്യാം ഈസ് 40 mm. മിനിമം റേഡിയസ് ഓഫ് ക്യാം ഈസ്, അതായത് ക്യാം മൂവ്മെൻറ്റിൻ്റെ മിനിമം റേഡിയസ് 40 mm ആണ്. അതായത് ഇപ്പോൾ ഈ ഫിഗർ ആണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ഈ ഫിഗർ ആണെങ്കിൽ, ഈ ഫിഗറിൽ ഇതാ മിനിമം റേഡിയസ് എന്ന് പറയുന്നത് ഈ സർക്കിൾ, ബേസ് സർക്കിൾ, ഈ സർക്കിൾ ഉണ്ടല്ലോ, ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ് മിനിമം. എപ്പോഴും മിനിമം അത്രയെങ്കിലും ഉണ്ടാവണം റേഡിയസ്. ഡ്വെല്ലിൽ ക്യാമിൽ കയറുമ്പോഴാണ് അത് അല്ല മാക്സിമം ആവുക. ഇതാണ് മാക്സിമം, ഇതാണ് മാക്സിമം റേഡിയസ്. ഇവിടെ നോക്കി നോക്കൂ, ഈ സർക്കിളിൻ്റെ റേഡിയസ് പ്ലസ് ക്യാമിൻ്റെ മാക്സിമം കൂടെ വന്നു പുഷിങ്. അപ്പോൾ ഏറ്റവും മിനിമം എന്ന് പറഞ്ഞാൽ എത്ര? ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ് മിനിമം. ഓക്കെ, അപ്പോൾ ആ ബേസ് സർക്കിളിൻ്റെ റേഡിയസ് ആണ് ആ പറയുന്നത്. ഏത്? മിനിമം റേഡിയസ് ഓഫ് ക്യാം ഈസ് 40 mm. ഡ്രോ ദ പ്രൊഫൈൽ ഓഫ് ദ ക്യാം വെൻ ദ ആക്സിസ് ഓഫ് ദ ഫോളോവർ പാസസ് ത്രൂ ദ ആക്സിസ് ഓഫ് ദ ക്യാം ഷാഫ്റ്റ്. അപ്പോൾ ആക്സിസ് ഓഫ് ദ ഫോളോവർ പാസസ് ത്രൂ ദ ആക്സിസ് ഓഫ് ദ ക്യാം ഷാഫ്റ്റ്. അപ്പോൾ രണ്ടിൻ്റെയും ആക്സിസ് സെയിം ആണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സോ ഇത്രയും കേസുകളിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്യാം പ്രൊഫൈൽ വരച്ചെടുക്കുക, അതിനെങ്ങനെയാണ് ക്യാം ഷാഫ്റ്റിൻ്റെ ഭാഗമാക്കി എടുക്കുക എന്നുള്ളതാണ് അടുത്ത് നോക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഇല്ലാത്ത കാരണമാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ലാത്ത കാര്യമാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ക്യാം എന്താണെന്ന് പറഞ്ഞത്. ഇതിന് മുമ്പത്തെ ബാച്ചുകാർക്കൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇതിനകത്ത് എന്താണ് പ്യുവർ ഗ്രാഫിക്കൽ മെത്തേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ക്യാം ഷാഫ്റ്റിൻ്റെ പ്രൊഫൈല് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മളുടെ വർക്ക് സ്പേസ് ഇതാണ്. നമ്മൾ സാധാരണ പോലെ നമ്മളുടെ വർക്ക് ബെഞ്ച് എടുത്തു, അതിനകത്ത് സ്കെച്ച് എടുത്തു. ഈ സ്കെച്ചിനകത്ത് ഇതാണ് ഇപ്പോൾ നമ്മളുടെ സെൻട്രൽ പോർഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇവിടെ നിന്നാണ് നമ്മൾ ഒറിജിൻ വരച്ചു തുടങ്ങുക. ഓക്കെ, ഈ ഒരു കേസിനകത്ത് നമുക്ക് ക്യാം പ്രൊഫൈൽ ഉണ്ടാക്കണമെങ്കിൽ കുറേ സപ്പോർട്ടിങ് ഡ്രോയിങ്സ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് കുറച്ച് മൂവ് ചെയ്തിട്ട്, സെൻറ്റർ ബട്ടൺ ഞെക്കി എനിക്ക് മൂവ് ചെയ്യാൻ പറ്റും. മൂവ് ചെയ്തിട്ട് കുറച്ച് ഈ സൈഡിലായിട്ട് മാറ്റിയിട്ട് ഞാൻ കുറച്ച് കാൽക്കുലേഷൻസ് ചെയ്യാണ്ട് എനിക്ക്. ഓക്കെ, അപ്പോൾ കാൽക്കുലേഷൻ ചെയ്യാന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് നമ്മളുടെ ക്യാം ലിഫ്റ്റ് എത്രയാണ്? ക്യാം ലിഫ്റ്റ് 40 mm. ഓക്കെ, അപ്പോൾ ക്യാം ലിഫ്റ്റ് 40 mm ആയ കാരണം ഞാൻ എടുക്കുന്നത് ആദ്യം ആ 40 mm എവിടെയെങ്കിലും റെഫറൻസ് ലൈൻ പിടിച്ചിട്ട് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഒരു 40 mm ലൈന് കുത്തനെ വരയ്ക്കുക. ഇത് നോക്കി നോക്കുക, ഇത് 40 mm ലൈനാണ്. ഓക്കെ, 1 2 3 4 40 mm ലൈനാണ്. അതൊക്കെ ഡയമെൻഷനൊക്കെ ചെയ്യാം. 40 mm ലൈനാണ്. ഓക്കെ, ഈ 40 mm ലൈനിൽ നമുക്ക് ആദ്യത്തെ എന്താണ് SHM മോഷൻ 90 ഡിഗ്രിയാണ്. ഈ ഡിഗ്രീസിനൊക്കെ നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ പോയിന്റിലും എഫക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് 90 30 60 180 ഈ ആംഗിൾ ഡീവിയേഷൻസിനൊക്കെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 വെച്ച് ഡിവൈഡ് ചെയ്താൽ 90 കിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക്. ഇല്ലല്ലോ, ഇല്ല. അല്ലെങ്കിൽ പിന്നെ 30 വെച്ച് ചെയ്യാം, അപ്പോൾ കിട്ടും. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് പോയിന്റ്സ് വളരെ കുറവായിരിക്കും. നമുക്ക് മിനിമം ഒരു 6 പോയിന്റെങ്കിലും വേണം വൃത്തിയായിട്ട് ക്യാം ഷാഫ്റ്റ് ഒരു സെക്ഷനിൽ കിട്ടാൻ. അപ്പോൾ 15 വെച്ചിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്യുന്നത്.
മൊത്തം 360 ഡിഗ്രിയിൽ ഏതെങ്കിലും ഡിവൈഡ് ചെയ്യുന്നത് 60 60 60 വെച്ചിട്ട്, അല്ല 15 15 വെച്ചിട്ട്. അപ്പോൾ 15 15 15 വെച്ചിട്ട് എത്ര എണ്ണം വരയ്ക്കുമ്പോൾ എത്ര ലൈന് വരയ്ക്കുമ്പോഴാണ് നമുക്ക് 360 ഡിഗ്രി ആവാം? 15 30 45 60 75 90, അതായത് 90 ഡിഗ്രി ആവാൻ 6 വേണം. അപ്പം 4 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 24 ഡിവിഷൻസ് വേണം നമുക്ക് എന്ത് കിട്ടാൻ? ഒരു കംപ്ലീറ്റ് ക്യാമ്പ് പ്രൊഫൈലിൻ്റെ 360 ഡിഗ്രി 15 ഡിഗ്രി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ 24 ഡിവിഷൻസ് എടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ എത്ര? 310 20 3 4 5 6 7 8 9 10 20 24 എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലെങ്ത് എടുത്ത് നോക്കാം. 240. ഈ ലെങ്ത്തിൻ്റെ ആവശ്യമില്ല, ഞാൻ ചുമ്മാ എടുത്ത് നോക്കിയത്. ഓക്കെ, ഇതൊക്കെ കൺസ്ട്രക്ഷൻ ലൈൻസ് അല്ലേ നമ്മളുടെ, ഇതെല്ലാം കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, മൊത്തം 360 ഡിഗ്രീനെ ഞാനിവിടെ വർക്കൗട്ട് ചെയ്തു. മൊത്തം 360 ഡിഗ്രീനെ ഞാൻ വർക്കൗട്ട് 15 ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ആ റെക്റ്റാങ്കിൾ, നിങ്ങൾക്ക് റെക്റ്റാങ്കിളായിട്ട് തന്നെ ആദ്യം തന്നെ വരയ്ക്കാം. ഞാനതിനെ റെക്റ്റാങ്കിളായിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ടോട്ടൽ പ്രൊഫൈൽ പാത്താണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് ആദ്യത്തെ 90 ഡിഗ്രി പറഞ്ഞാൽ 15 20 അല്ല 30 45 60 75 90. അപ്പോൾ ആദ്യത്തെ ഡിവിഷൻ 90-ലല്ലേ വരുന്നത്? 10 20 30 40 50 60. ഇവിടെ എത്തുമ്പോൾ 90 ഡിഗ്രി ആയി. 15 30 45 60 75 90. അപ്പോൾ ആദ്യത്തെ 90 ഡിഗ്രി സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ പ്രൊഫൈൽ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അടുത്ത 30 ഡിഗ്രി എന്നാൽ 2 ലൈനാണ് വെക്കേണ്ടത്. 15 ഡിഗ്രി വെച്ച ഡിവിഷൻ, ഇതാണ് അടുത്ത 30 ഡിഗ്രി. ഇവിടെ ഡ്വെല്ലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എത്രയാണ്? 60 ഡിഗ്രി. അപ്പോൾ നമുക്ക് 4 ലൈൻ 15 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 2 3 4. റിമൈനിങ് 120 ഡ്വെല്ലാണ്. സോ നമ്മൾ മൊത്തം വെലോസിറ്റി ട്രയാങ്കിളിനെ ഇത്രയായിട്ട് ഡിവൈഡ് ചെയ്തു. നമുക്കത് എത്ര വേണമെങ്കിലും സൂം ചെയ്ത് അടുപ്പിച്ച് വരയ്ക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമ്മുടെ മൊത്തം 360 ഡിഗ്രീനെ നമ്മുടെ വർക്ക് അനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ചെയ്യേണ്ടത് എന്താ വെച്ചെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ പ്രൊഫൈൽ കിട്ടാനുള്ള മെത്തേഡാണ് പറയുന്നത്. ഇത് നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുമായിരിക്കും. എന്തായാലും എങ്ങനെയാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ പ്രൊഫൈൽ, അതായത് ഇതിനകത്ത് ഈ ഡ്വെല്ലിൻ്റെ മൂവ്മെൻറ്റിനൊരു പ്രൊഫൈൽ കിട്ടണം. ഇപ്പോൾ ആദ്യത്തെ 90 ഡിഗ്രിക്കകത്ത് ഈ ഒരു പ്രൊഫൈൽ ഉണ്ട് ഇതിനകത്ത്, ആ മൂവ്മെൻറ്റ് പ്രൊഫൈൽ കിട്ടണം. വെലോസിറ്റി ട്രയാങ്കിൾ, അതായത് വെലോസിറ്റി ട്രയാങ്കിൾ എന്നല്ല, വെലോസിറ്റി പ്രൊഫൈൽ അതുപോലെ മൂവ്മെൻറ്റ് പ്രൊഫൈലൊക്കെയാണ് ഈ പറയുന്നത്. അതിനു വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കണം. ഏത്? ഈ 40യുടെ മിഡ് പോയിൻ്റ്, അതായത് മൊത്തം ഈ മൂവ്മെൻറ്റിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇനി എനിക്കൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ ഞാൻ പോയിൻ്റ് എടുക്കുക. ഈ പോയിൻറ്റിനകത്ത് ഞാൻ നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഒരുമിച്ചിടാം, ഈക്വൽ ഡിസ്റ്റൻസ് പോയിൻറ്റ്സ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ഈക്വൽ ഡിസ്റ്റൻസ് പോയിൻറ്റ്സ് എനിക്ക് എവിടെയാണ് ഉണ്ടത്? ഈ ലൈനിലാണ് ഈക്വൽ ഡിസ്റ്റൻസ് പോയിൻ്റ് ഉള്ളത്. എത്ര പോയിൻ്റ് വേണം? മിഡ് പോയിൻ്റാണ് കിട്ടുന്ന വെച്ചാൽ ഒറ്റ ഒന്നിടുക. അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ട് ആ 20 അത് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ലെങ്ത്തോടെ മാർക്ക് ചെയ്യും. എന്നിട്ട് ഞാൻ ഈ അതേ ഡയമെൻഷനിൽ, അതായത് 40 ആണല്ലോ, 40 ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരച്ചതിന് ശേഷം ഞാൻ ക്വിക്ക് ട്രിം, ഈ റബ്ബറിൻ്റെ അത് കാണുന്നതാണ് ക്വിക്ക് ട്രിം എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഒരു പോർഷൻ ഡിലീറ്റ് ചെയ്ത് കളയും. അതായത് നമുക്ക് സെമി സർക്കിൾ എനിക്ക് വേണ്ടു. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് നോക്കി വെക്കൂ. നമ്മളുടെ മൊത്തം 90 ഡിഗ്രീനെ ഞാൻ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 90 ഡിഗ്രി ഞാൻ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആദ്യം എടുത്തത്. നമ്മൾ ഡിഫാൾട്ടായിട്ട് ഇവിടെ ഇതുണ്ട്, പക്ഷെ നമ്മളിവിടെ അത് ഒന്ന് ഡിവൈഡ് ചെയ്യുക. മൊത്തം 6 ആയിട്ടാണ് നമ്മുടെ ഫസ്റ്റ് 90 ഡിഗ്രീനെ ഞങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എല്ലാം 15 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക്
ഇതിനെ മൊത്തം 1 2 3 4 6 ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് മൊത്തം ഈ സർക്കിളിന് ഞാൻ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകും. അപ്പോൾ ആ സർക്കിളിൻ്റെ സെമി സർക്കിളിൻ്റെ ആ പോർഷൻസ് സെലക്ട് ചെയ്ത് വീണ്ടും ഈക്യു ഡിസ്റ്റൻസ് പോയിൻറ്റ്സ് എടുത്ത് എത്ര ഇൻസ്റ്റൻറ്റ് വേണമെന്ന്, എത്ര പോയിൻറ്റ്സ് വേണമെന്ന് ചോദിക്കുക. അപ്പോൾ 6 ഡിവിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ 5 പോയിൻ്റ് ഇടണം. 6 ഡിവിഷൻ കിട്ടണമെങ്കിൽ 5 പോയിൻ്റ് ഇടണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിലും ചെയ്യാം. ഇവിടുന്ന് ലൈൻസ് വരച്ചിട്ട്, അതായത് നമുക്കിതാ ഇവിടെ നിന്ന് ലൈൻസ് വരച്ചിട്ട് ഓരോ ലൈനും 180 ഡിവൈഡ് ബൈ 60 30 30 30 30 കട്ട് ചെയ്തെടുത്താലും മതി. അങ്ങനെ ആയാലും കിട്ടും. പക്ഷെ അതിനേക്കാൾ എളുപ്പം ഈക്യു ഡിസ്റ്റൻസ് പോയിന്റ് 5 ഇട്ടുമ്പോൾ ഓക്കെ, കണ്ടില്ലേ, 5 ഈക്യു ഡിസ്റ്റൻസ് പോയിന്റ് കിട്ടും. ഈ ഡയമെൻഷൻസ് ഒന്നും നമുക്ക് വേണ്ട, അതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന. ഓക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത്, ആ ഡയമെൻഷൻ ഡിലീറ്റ് ചെയ്തിട്ട് അത് എനിക്ക് കളയാം. ഓക്കെ, തൽക്കാലം 20 ഒന്നും വേണ്ട അവിടെ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എനിക്ക് ഇതാ 1 2 3 4 5 പോയിൻറ്റ്സ് വിത്ത് 6 ഡിവിഷൻസ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം, ABCD എന്ന് പേരൊക്കെ കൊടുക്കാം. നമുക്ക് ഇവിടെ ഗ്രാഫിക്സിനകത്ത് അതൊക്കെ നമ്മൾ പേപ്പറിൽ, അവർക്ക് 20 മാർക്കിൻ്റെ പ്രോബ്ലമാണ് ഈ ക്യാം പ്രൊഫൈൽ വരയ്ക്കുക എന്നുള്ളത്. അത് നമ്മൾ ഗ്രാഫിക്സിൽ വരയ്ക്കുന്ന പോലെ പെൻസിലും പേനയൊക്കെ എടുത്തിട്ട് വരയ്ക്കാനുള്ളതാണ് ക്യാം പ്രൊഫൈൽ. നമുക്ക് നേരിട്ട് ഗ്രാഫിക്സ് നമ്മുടെ സോഫ്റ്റ്വെയറിലാണല്ലോ. അപ്പോൾ നോക്കി നോക്കൂ, നമ്മളുടെ ഇനീഷ്യൽ പൊസിഷൻ ഇതാണ്. ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ക്യാം മൂവ്മെൻറ്റിൻ്റെ ആ 90 ഡിഗ്രി, ഇനീഷ്യൽ 90 ഡിഗ്രിയിലെ SHM എന്ന് പറഞ്ഞാൽ ഒരു 180 ഡിഗ്രിയിൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഓരോ ഡിവിഷൻസും ഓരോരോ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻസ്റ്റൻറ്റ്. ഈ ഫസ്റ്റ് ഇൻസ്റ്റൻറ്റ് എന്ന് ഒരു ലൈൻ എടുത്തിട്ട് നമ്മളുടെ പാരലായിട്ട് നമ്മുടെ ആദ്യത്തെ ഇൻസ്റ്റൻറ്റിക്ക് വരയ്ക്കുക. ഓക്കെ, വരച്ചു. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എടുത്തിട്ട്, ഇതാണ് സെക്കൻഡ് പോയിന്റ് എടുത്തിട്ട് സെക്കൻഡ് ലൈനിട്ട് വരയ്ക്കുക. അടുത്ത് തേർഡ് ലൈൻ എടുത്ത് തേർഡിലോട്ട് വരയ്ക്കുക. ഫോർത്ത് ലൈൻ എടുത്ത് ഫോർത്തിലോട്ട് വരയ്ക്കുക. ഫിഫ്ത്ത് ലൈൻ എടുത്ത് ഫിഫ്ത്തിലോട്ട് വരയ്ക്കുക. ഓക്കെ, ഇപ്പോൾ നോക്കി നോക്കൂ. പിന്നെ ഇത് 90 ഡിഗ്രി ലൈന്, അത് അവിടെ പൊസിഷനിലെത്തി, മുകളിലെത്തി, മാക്സിമം ലിഫ്റ്റിലെത്തി. 0 തുടങ്ങി 40 വരെ എത്താനെടുത്ത ഇൻസ്റ്റൻറ്റ് നോക്കി. 0 ഹൈറ്റിൽ നിന്ന് തുടങ്ങി 40 വരെ എത്തണം. 90 ഡിഗ്രി എത്തുമ്പോഴാണ് മാക്സിമം ഹൈറ്റിലെത്തണം. ഓക്കെ, ഇതാണ് മാക്സിമം ഹൈറ്റ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇത് മൂവ് ചെയ്യുന്ന ഈ പാത്താണ് SHM, സിമ്പിൾ ഹാർമോണിക്. ആ പ്രൊഫൈൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇത്രയും കിട്ടിയതിന് ശേഷം സ്പ്ലൈൻ എടുക്കുക. ഇതാണ് സ്പ്ലൈൻ, അതായത് കർവ്ഡ് ലൈൻ വരയ്ക്കാറുള്ള. ഇനീഷ്യലി എവിടുന്ന് തുടങ്ങി 15 ഡിഗ്രി 30 ഡിഗ്രി 45 ഡിഗ്രി, ഇതെന്താണ് നമ്മളുടെ 60 ഡിഗ്രി 75 ഡിഗ്രി 90 ഡിഗ്രി, എന്നിട്ട് എസ്കേപ്പ് അടിക്കുക. നോക്കിക്കോ, ഈ ഒരു പ്രൊഫൈൽ കിട്ടാനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. ഈ ഒരു പ്രൊഫൈലിലാണ് അതിൻ്റെ മൂവ്മെൻറ്റ്. ഇതാണ് SHM പ്രൊഫൈൽ, സിമ്പിൾ ഹാർമോണിക് പ്രൊഫൈൽ. അപ്പോൾ ഇനീഷ്യൽ 90 ഡിഗ്രിയിൽ സിമ്പിൾ ഹാർമോണിക് പ്രൊഫൈൽ കിട്ടി. ഇപ്പോൾ നമ്മൾ എവിടെ എത്തി? മാക്സിമം ഹൈറ്റായ 40-ലെത്തി. ഇനിയുള്ള 30 ഡിഗ്രി, അതായത് 15 30 ഡ്വെല്ലാണ്. ഡ്വെൽ എന്ന് പറഞ്ഞാൽ ഒരു മൂവ്മെൻറ്റും ഇല്ല, അതായത് അതേ പൊസിഷൻ. അപ്പോൾ അടുത്ത പോയിന്റ് ഇവിടെ തന്നെ വരിക. ഇതേപോലെ ഇവിടെ മൂവ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരും. ഓക്കെ, അതായത് ഇത് കൂടെ മോഷനൊന്നുമില്ല. ഇനി റിട്ടേൺ സ്ട്രോക്ക് ഇതുപോലെ സിമ്പിൾ ഹാർമോണിക് ആയിട്ട് അടിയിലേക്ക് പോകണം. റിട്ടേൺ സ്ട്രോക്ക് ഇതുപോലെ എന്തായിട്ട് പോകണം? സിമ്പിൾ ഹാർമോണിക് ആയിട്ട് അടിയിലോട്ട് പോകണം. ഓക്കെ, അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 6 ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 60 ഡിഗ്രിയിലെ 10 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് 60 ഡിഗ്രി നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 10 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്കിപ്പോൾ ആൾറെഡി അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതേ ട്രയാങ്കിൾ തന്നെ ഉപയോഗിക്കണമെങ്കിൽ, മനസ്സിലായോ? ഇതേ സർക്കിൾ തന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ വേറെ സർക്കിൾ വരച്ചിട്ട് നമുക്ക് ചെയ്യാം. 4 ആക്കി ഡിവൈഡ് ചെയ്യാൻ വേറെ സർക്കിൾ വരച്ച് ചെയ്യാം. എപ്പോഴും 6 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാറ്. ബട്ട് ഇവിടെ ഞാൻ എളുപ്പത്തിന് ഞാൻ എന്താണ്, ഇവിടെ 60 ഡിഗ്രി അല്ലേ ഉള്ളൂ, ഡിഗ്രിക്ക് അനുസരിച്ചായിട്ട് എല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വെറുതെ 4 ആയിട്ട്, ഒന്നും കൂടി ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് രണ്ടാമത് പറഞ്ഞുതരാം. 4 ആയിട്ട് ആണ് ഡിവൈഡ് ചെയ്യുന്നത്. 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നില്ല, കാരണം ഇവിടെ 60 ഡിഗ്രി ഉള്ളൂ. 90 ഡിഗ്രിക്ക് 6 ആയി ഡിവൈഡ് ചെയ്തു. ഓക്കെ, റിമൈനിങ് 60 ഡിഗ്രിയുടെ 4 ആയിട്ടുള്ള ഡിവിഷൻ 1 2 3 4. ഓക്കെ, ഒന്നും കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതേ സർക്കിളിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ഇതേ സർക്കിൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതല്ല. ആ സർക്കിൾ 6 ആയിട്ട് ഡിവൈഡ് ചെയ്ത സർക്കിളാണ്.
അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ വീണ്ടും ഒരു ഇൻസ്റ്റൻ്റ് എടുത്തിട്ട് ഇവനെ ഒന്ന് മുറിക്കുകയാണ്. ഒരു ഇൻസ്റ്റൻ്റ് ആക്കി മിഡ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട്, ഇതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല സത്യത്തിൽ. നിങ്ങൾക്ക് ഇത് 6 ആക്കി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതേ ലൈൻ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാം. എടുത്തു, ഞാൻ ട്രിം എടുത്ത് ഒരു പോർഷൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ആ പോർഷൻ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, സോ അതിനുശേഷം ഞാൻ എന്താ ചെയ്യുക, ഈ പ്രൊഫൈലിനെ ഞാൻ 4 ഡിവൈഡ് ചെയ്യണം. 4 നമ്മളെ കണക്ക്. അപ്പോൾ 4 ഡിവിഷൻ കിട്ടണമെങ്കിൽ 3 പോയിന്റ്സ് വേണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡിവിഷൻസ് പോയിന്റ്സും കൂടെ കാര്യങ്ങളും കിട്ടി. ഓക്കെ ആണല്ലോ. സോ ഈ 4 ഡിവിഷനെ നമ്മൾ ഇനി, ഇപ്പോൾ നമ്മുടെ ക്യാം എവിടെ നിൽക്കുന്നത്, ഈ മൂവ്മെൻറ്റിലൂടെ പോയിട്ട് ക്യാം ഇവിടെ എത്തി, അവിടെ നിന്ന് ക്യാം മൂവ് ചെയ്തിട്ട് ഇവിടെ എത്തി, നൈഫ് എഡ്ജ്. ഇനി റിട്ടേൺ ആണ്. റിട്ടേൺ തിരിച്ച് ഇനീഷ്യൽ പൊസിഷനിലോട്ട് എത്തണം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇവിടെയാണ്, രണ്ടാമത്തെ പോയിന്റ് ഇവിടെ, മൂന്നാമത്തെ പോയിന്റ് ഇതിൽ വരും, നാലാമത്തെ പോയിന്റ് ഇതിൽ വരും. അപ്പോൾ ഈ കിട്ടിയ പോയിന്റ്സിനെ നേരത്തെ പോലെ 1 2 3 എത്തി, തിരിച്ച് പൊസിഷനിലെത്തി. ഓക്കെ, എങ്ങനെ വരയ്ക്കുക, സ്പ്ലൈൻ എടുത്ത് എന്താ ചെയ്യുക, ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് ഡ്വെല്ല് കഴിഞ്ഞ് അവിടെ എത്തി, ഈ പൊസിഷനിലെത്തി, ഈ പൊസിഷനിലെത്തി, ഈ പൊസിഷനിലെത്തി, ഈ പൊസിഷനിലെത്തി, ഇപ്പോൾ ഇനീഷ്യൽ പൊസിഷനിലെത്തി. ഓക്കെ, ഇനി നമ്മളുടെ ആളെന്താ ചെയ്യുക, നോക്കി വെക്കും. ഇപ്പോൾ നൈഫ് എഡ്ജിൻ്റെ മൂവ്മെൻറ്റ് നോക്കി വെക്കും. നൈഫ് എഡ്ജ് എങ്ങനെ മൂവ് ചെയ്യുക, ആ നൈഫ് എഡ്ജിൻ്റെ പാത്താണ് ഈ കാണിക്കുന്നത്. ആ നൈഫ് എഡ്ജ്, ആ വാൾവ് ഓപ്പൺ ആക്കുന്ന ലിവർ ഉണ്ടല്ലോ, അതാണ് നൈഫ് എഡ്ജ്, അതിൻ്റെ എഡ്ജ്. അത് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ അതിൻ്റെ മൂവ്മെൻറ്റാണ് കാണിക്കുന്നത്. അതിന് ലീനിയർ ആയിട്ടാണ് ഈ മോഷനെ ഫീൽ ചെയ്യുക. അതിങ്ങനെ മൂവ് ചെയ്ത് മാക്സിമം ഹൈറ്റ് എത്തി, മാക്സിമം ഹൈറ്റിൽ കുറച്ച് നേരം നിന്ന്, ഈ നിൽക്കണം എന്തിനാ, ആ വാൾവ് ഓപ്പൺ ആക്കി നിൽക്കുന്ന ടൈമിംഗ് ആണ്. ആ വാൾവ് ഇത്ര നേരം ഓപ്പൺ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വാൾവ് ഓപ്പൺ ആക്കി നിന്നു, പിന്നെ വാൾവ് അടയുന്നു, പിന്നെ കുറേ നേരം മിണ്ടാണ്ടിരിക്കുന്നു. മനസ്സിലായോ? ഇതാ ഇങ്ങനെ ഇത്രയും നേരം അത് ഇങ്ങനെ ഈ ലൈനിലൂടെ പാസ് ചെയ്യുന്നു, തിരിച്ച് 0 ഡിഗ്രി എത്തുമ്പോൾ വീണ്ടും ഓപ്പൺ ആവുന്നു, ഓപ്പൺ ആയിട്ട് കുറച്ച് നേരം മിണ്ടാണ്ടിരിക്കുന്നു, അടയുന്നു. ഓക്കെ, ആ വാൾവിൻ്റെ റോഡിൻ്റെ മൂവ്മെൻ്റാണ് ഈ കിട്ടുന്നതിലൂടെ. ഓക്കെ, ഈ സർക്കിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ലിവറിന് അല്ലെങ്കിൽ ആ റോഡിന് കിട്ടുന്ന മോഷൻ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഡിഗ്രിയിലാണ് ഇത് അടയ്ക്കുക തുറക്കുക ചെയ്യാൻ വേണ്ടതെന്നുള്ളത് ഇതിലാണ് സെറ്റ് ചെയ്യുന്നത്. അത് ഡിപ്പെൻഡിങ് ഓൺ ദ എൻജിൻ സ്പെസിഫിക്കേഷൻ, ഇതിൻ്റെ ടൈമിങ്, വാൾവ് ടൈമിംഗ് എന്ന് പറയും. ഈ വാൾവ് ടൈമിങ് സെറ്റ് ചെയ്യുന്നത് മൊത്തം ക്യാം ഷാഫ്റ്റാണ്. ഇത് എന്താണ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് മാത്രമുള്ള ഒന്നുമല്ല കേട്ടോ, എല്ലാവർക്കും ഉള്ളതാണിത്. കാരണം എയർക്രാഫ്റ്റ് എൻജിൻസിനകത്തും ഇതുപോലെ ക്യാം ഓപ്പറേഷൻസും കാര്യങ്ങളും വാൾവ് ടൈമിങ് കാര്യങ്ങളൊക്കെ പല മെക്കാനിസത്തിനകത്തും ഉണ്ട്. ഓക്കെ, എവിടെയൊക്കെയാണോ വാൾവ് മെക്കാനിസം ടൈമിങ് ഉപയോഗിക്കുക അവിടെയൊക്കെ നമുക്ക് മെക്കാനിക്കലി നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലാതെ സെൻസേഴ്സും മറ്റു കാര്യങ്ങളും വെച്ചിട്ടാണെന്നെങ്കിൽ അതിനകത്തൊക്കെ എല്ലാം പ്യൂർലി എന്താണ് ഇലക്ട്രോണിക്സ് ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫാൾട്ടുകൾ വരുമ്പോൾ നമുക്കിതിനകത്ത് ഇഷ്യൂസ് വരും. അപ്പോൾ അത്തരം കേസുകളിൽ ഇതുപോലെയുള്ള കണക്റ്റഡ് മെക്കാനിസംസ് തന്നെയാണ് ഏറ്റവും എഫിഷ്യൻ്റ് എന്ന് ആൾറെഡി പ്രൂവൺ ആണ്. ഓക്കെ, അപ്പോൾ വൺസ് ക്യാം പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് കിട്ടി, ക്യാമിൻ്റെ മൂവ്മെൻറ്റ് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോ മൂവ്മെൻറ്റിൻ്റെയും ഹൈറ്റ്, ഓരോ ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ള ക്യാം സ്റ്റെപ്സിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കും. അപ്പോൾ ഇവിടെ ഹൈറ്റ് 0 ആയിരുന്നു. അപ്പോൾ ഈ ഹൈറ്റ് എത്രയാണെന്നുള്ളത് നമുക്കൊന്നുകൂടെ മാർക്ക് ചെയ്യാം. 2.679. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോയിൻറ്റും ഇവിടെ ഇവിടെ തന്നെ എഴുതാം 10. ഈ പോയിൻറ്റും ഇതും 20 ആയിട്ട് ഉയർന്നു. ഈ പോയിൻറ്റും ഇതും 30 ആയിട്ട് ഉയർന്നു. ഓക്കെ, 10, 20, 30, 40 ആ രീതിയിൽ തന്നെയാണ്. 1, 2, 3, 4, 5, 6 ആയിട്ടുണ്ടല്ലേ. ഓക്കെ, അടുത്തത് നമുക്കറിയാം അതിൻ്റെ ഇടയ്ക്കൊരു പോയിൻ്റ് ഉണ്ട് 37.321. ഇത് 40, അടുത്തതും 40. അത്ര നേരം ഡ്വെല്ലിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഏത് ഹൈറ്റിലോട്ടാണ് വന്നത്, ഞാൻ ഒരുമിച്ച് ഞെക്കി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. 34.12. ഈ പോയിൻറ്റും ഈ ഹൈറ്റ്, ഇതാണ്
ഉണ്ടാകുന്ന ഇൻക്രിമെൻറ്റ്, അതായത് ഈ പോയിൻറ്റും ഇത് 5.858 ഓക്കെ. അപ്പോൾ ഓരോ സമയത്തും ക്യാമിന് ഉണ്ടാകുന്ന മൂവ്മെൻറ്റ് ഹൈറ്റ് ഫ്രം ദ 0, ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ആ സർക്കിളിൻ്റെ സർഫേസോ സർക്കംഫറൻസോ, ആ സർക്കിളിൻ്റെ സർക്കംഫറൻസ് ഉണ്ടാകുന്ന ഉയർച്ചയാണ് ഈ കാണിക്കുന്നത്. ആ 40 എന്നുള്ള സർക്കിളിൻ്റെ മുകളിൽ നിന്ന് ഉണ്ടാകുന്ന ഉയർച്ച ആണ് ഈ പ്രൊഫൈൽ വഴി കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇൻക്രിമെൻറ്റ്. ഒരു 90 ഡിഗ്രി SHM, ഒരു 30 ഡിഗ്രി ഡുവല്, ഒരു 60 ഡിഗ്രി SHM. ഇതൊക്കെ ഡിഗ്രിയൊക്കെ എപ്പോഴും മാറാട്ടോ. ചിലപ്പോൾ 120 ഡിഗ്രി SHM കൊടുക്കാൻ പറയും. തന്നെ ടോട്ടൽ 120 ഡിഗ്രി SHM കൊടുക്കാൻ പറയും. 120 നിങ്ങൾക്ക് 6 ഡിവൈഡ് ചെയ്യാറ് 20 ഡിഗ്രി വെച്ച് ഡിവിഷൻ ചെയ്യുക. എപ്പോഴും 6 ഡിവൈഡ് ചെയ്യാന്നാണ് ഞാൻ 4 ഡിവൈഡ് ചെയ്ത് കാണിച്ചു മാത്രം. എപ്പോഴും 6 ഡിവൈഡ് ചെയ്യേണ്ട. 60 നമ്മൾ 10 ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ 5 ഇൻസ്റ്റൻറ്റ് വെച്ചിട്ട് അപ്പോൾ വരയ്ക്കുമ്പോൾ കുറച്ച് അധികം പോയിന്റ്സ് വരുന്നുള്ളതുകൊണ്ടാണ് ഞാൻ മാക്സിമം മിനിമം 6 ചെയ്യണം കേട്ടോ. അടുത്ത പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഏകദേശം ബേസ് പ്രൊഫൈൽസ് എല്ലാം കഴിഞ്ഞു. നമ്മളുടെ ബേസ് പ്രൊഫൈൽസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യാം, ഇതവിടെ നിൽക്കട്ടെ. ഇതിൽ നിന്ന് ഡാറ്റാസ് എടുത്തിട്ട് നമുക്ക് നമ്മളുടെ ഫിഗർ വരയ്ക്കാനുണ്ട്. ഓക്കെ. അപ്പം അതിലോട്ടായിട്ട് നമുക്ക് നമ്മളുടെ ഒറിജിനിലോട്ട് വരാം. ഒറിജിനിലോട്ട് വന്നിട്ട് ഇനിയാണ് ക്യാം പ്രൊഫൈൽ വരയ്ക്കുന്നത്. ഇപ്പം ക്യാം അതിൻ്റെ എന്താണ് മൂവ്മെൻറ്റിൻ്റെ പാർട്ട് കിട്ടി. ഇനി ക്യാം പ്രൊഫൈൽ വരയ്ക്കുമ്പോൾ നമ്മുടെ ഫിഗറിൽ പറഞ്ഞിരിക്കുന്ന മിനിമം റേഡിയസ് ഓഫ് ടേൺ, അതായത് മിനിമം റേഡിയസ് ഓഫ് ടേൺ ക്യാമിൻ്റെ ആ ബേസ് സർക്കിളാണ് പറഞ്ഞത്. ദ മിനിമം റേഡിയസ് ഓഫ് ടേൺ ഈസ് 40 mm. അപ്പോൾ മിനിമം റേഡിയസ് ഓഫ് ടേണിൽ അപ്പോൾ നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കണം. റേഡിയസ് ആണ് 40 വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമുക്ക് 80 സർക്കിൾ വരച്ചാൽ ഡയമീറ്ററായി. ഓക്കെ. ഇപ്പോൾ മിനിമം റേഡിയസ് ഓഫ് ടേൺ ഇതാണ് നമ്മുടെ മിനിമം റേഡിയസ് ഓഫ് ടേൺ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മളിതിൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണ്ടേ. ഓക്കെ. ആദ്യം ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് ലൈൻ. ഇതാണ് നമ്മളുടെ സ്റ്റാർട്ടിങ് ലൈൻ. അപ്പോൾ സ്റ്റാർട്ടിങ് ലൈൻ ഞാൻ ഇങ്ങനെ ലൈൻ ഇട്ടു. അടുത്ത് ആദ്യത്തെ 90 ഡിഗ്രി ഇതാ ഇങ്ങനെയാണ് ആദ്യത്തെ 90 ഡിഗ്രി കൊടുത്തത്. ഓക്കെ. ഈ 90 ഡിഗ്രിയിലാണ് അടുത്ത ഉയർച്ച വരുന്നത്. കാരണം ഇത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നുള്ള രീതി നമ്മൾ എടുക്കുന്നത്. ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 0 പിന്നെ അതിന് മൂവ്മെൻറ്റ് കിട്ടണം. 90 ഡിഗ്രി SHM കിട്ടണമെങ്കിൽ ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഭാഗമാണ് ആദ്യം ഇവിടേക്ക് വരിക. ഈ 90 ഡിഗ്രിയാണ് ആദ്യം ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരിക. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് മാത്രമേ, ഇവിടെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ആ 90 ഡിഗ്രി മാർക്ക് ചെയ്തു. ഓക്കെ. അടുത്തത് 90 ഡിഗ്രി ഞാൻ വെറുതെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് മാർക്ക് ചെയ്യാം. 90 ഡിഗ്രി ഇതൊക്കെ ഈ ഡിവിഷൻസ് ഒക്കെ നമുക്ക് എത്ര വേണം, ഇതൊക്കെ വെറുതെ വരയ്ക്കുന്ന ലൈൻസാണ്. ഇതാ ആ 90 ഡിഗ്രി മാർക്ക് ചെയ്തു ഞാൻ. അടുത്തത് 30 ഡിഗ്രി വരെ ഡുവല്ലാണ്. ഓക്കെ. അപ്പോൾ 30 ഡിഗ്രി വരെ ഡുവല് ഞാൻ വരച്ചു. ഇതൊക്കെ എനിക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ 30 ഡിഗ്രി ആക്കണ്ടേ. ഇത് തമ്മിൽ ആംഗിൾ 30 ഡിഗ്രി. ഓക്കെ. അപ്പോൾ 30 ഡിഗ്രി ആക്കി വെച്ചു. ഓക്കെ. പിന്നെ അടുത്ത റിമൈനിങ് എന്താ, റിമൈനിങ് ഇനി റിട്ടേൺ ഷോക്ക് 60 ഡിഗ്രി. അതുപോലെ തന്നെ ഇത് ഇത്രയും മതി. ഓക്കെ. അപ്പോൾ 90, 30, 60. ഓക്കെ. അപ്പോൾ നമ്മൾ 6 ഇവനെ ഡിലീറ്റ് ചെയ്തത്, ഡിവൈഡ് ചെയ്തത് അല്ലേ. 6 എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, അങ്ങനെ ലൈൻസ് വരയ്ക്കണം ഇതിനകത്ത്. അപ്പോൾ അതിന് എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിനകത്ത് ഈ ട്രിം ടാബിൻ്റെ ഒപ്പം ഒരു സംഭവമുണ്ട്, ബ്രേക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. ഈ ബ്രേക്ക് എന്ന ഓപ്ഷൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഈ സർക്കിൾ തുറമ്പോൾ ഈ സർക്കിൾ മൊത്തത്തിലാണ് എന്താക്കണത്, സെലക്ട് ആവണത്. അപ്പോൾ ഈ സർക്കിളിനെ കഷ്ണാക്കണമെങ്കിൽ ഈ സർക്കിളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും, ഈ സർക്കിൾ ഉണ്ട് ഒരു കഷ്ണമായിട്ട് ബ്രേക്കായി. ഇതാ ഇവിടെ ബ്രേക്കായി. ഇപ്പോൾ ഇത്രയും ഭാഗം സെലക്ട് ആവണം. ഇപ്പോഴും എനിക്ക് ഇത്രയും ഭാഗം ഒരുമിച്ചാണ്, ഈ കഷ്ണമാണ് ബ്രേക്ക് ആയത്. അപ്പോൾ ഞാൻ ഇപ്പറാണ് സെലക്ട് ചെയ്യേണ്ടത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. വീണ്ടും ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ബാക്കി ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു ബ്രേക്ക് അടിച്ചു. ഇപ്പോൾ ഓക്കെ നോക്കൂ, ഇത് 90 ഡിഗ്രി സ്പ്ലിറ്റായി. ഓക്കെ. ഇനി ഞാൻ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ വീണ്ടും ബ്രേക്ക് അടിച്ചിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് കളിക്കും. അപ്പോൾ ഓക്കെ നോക്കൂ, എനിക്ക് ഇവൻ ഒറ്റയ്ക്ക് കിട്ടും. ബ്രേക്ക് അടിക്കുമ്പോൾ എനിക്ക് ഇവനെ ഒറ്റയ്ക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഇവനെ ഒറ്റയ്ക്ക് കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഇവനെ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. അവനെ ക്ലിക്ക് ചെയ്തിട്ട് EQ ഡിസ്റ്റൻസ് പോയിന്റ് ഇടുക, 5 ഇൻസ്റ്റൻറ്റ് കൊടുക്കുക, 5 പോയിന്റ്സ് കൊടുക്കുക. അപ്പോൾ അതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് 5 പോയിന്റ്സ് കിട്ടും. എനിക്ക് ഈ ഡയമെൻഷൻസ് ഒന്നും ഉണ്ടാക്കാൻ ഡിലീറ്റ് ചെയ്യണം, കാരണം അത് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ.
ഓക്കെ, ആറായിട്ട് ഡിവൈഡ് ചെയ്തു 90 ഡിഗ്രിയിൽ. എന്നിട്ട് ഞാൻ ലൈൻ എടുത്തു. ലൈൻ എടുത്തിട്ട് ഒറിജിനിൽ നിന്ന് ആദ്യത്തെ പോയിന്റ് വെച്ചിട്ട് ഞാനൊന്ന് നീട്ടി വരച്ചു. രണ്ടാമത്തെ പോയിന്റിലൂടെ നീട്ടി വരച്ചു. ഇതൊക്കെ ഇപ്പോൾ കറക്റ്റ് 15 ഡിഗ്രിയിലായിരിക്കും നിങ്ങൾ മെഷർ ചെയ്ത് നോക്കിയിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഓരോ ലൈനായിട്ട് വരച്ച് അതിന് നമ്മുടെ ഗ്യാപ്പ് 15 ഡിഗ്രി കൊടുത്ത് വരച്ചാലും മതി. ഇൻസ്റ്റൻറ്റ് പരിപാടി വേണ്ട, അതൊക്കെ നിങ്ങളെ ഇഷ്ടം. ഓക്കെ, ഓക്കെ, അപ്പോൾ അതും വരച്ചു. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ ഡിവിഷൻസ് കിട്ടി. ഓക്കെ, ഇനി ഞാൻ അതായത് ഈ പോയിൻറ്റ്സ് ക്യാം പ്രൊഫൈൽ, ഇതിപ്പോൾ ഈ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കിളിൽ ഈ 90 ഡിഗ്രിയിലാണ് ഇങ്ങനെ കയറി വരാൻ പോകുന്നത് ഈ സാധനം. ഓക്കെ, അപ്പോൾ ആ കയറി വരുന്ന പോയിൻറ്റ്സ് കിട്ടാനാണ് നമ്മൾ നേരത്തെ പ്രൊഫൈൽ വരച്ചത്. അപ്പോൾ ഞാൻ കുറച്ച് പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് പോയിൻ്റ് ഒഴിവാക്കിയിട്ട് ഒരു പോയിൻ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഇതിലൊരു പോയിന്റ് ഉണ്ടാവും, ഇതിലൊരു പോയിന്റ് ഉണ്ടാവും. അതിൻ്റെ ഒന്ന് ലെങ്ത് നമുക്ക് പിന്നെ കൊടുക്കാം. ഇതിലൊരു പോയിന്റ്, ഇതിലൊരു പോയിന്റ്, ഇതിലൊരു പോയിന്റ്, ഇതിലൊരു പോയിന്റ്, പിന്നെ ഈ 30 ഡിഗ്രി ഡെല്ലൊരു പോയിന്റ്. അത്രയും പോയിന്റ്സുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടണമെങ്കിലാണ് നമുക്ക് നേരത്തെ ലെങ്ത്തുകൾ നിങ്ങൾ എഴുതിയെടുക്കണം. അതായത് ആദ്യം 2.679 10 20 30. ഓക്കെ, അത് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 2.679 കൺസ്ട്രെയിൻ എടുക്കുക. കൺസ്ട്രെയിൻ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ പോയിന്റും ഇത് സർക്കംഫറൻസ് ഉള്ള പോയിന്റും ഈ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, രണ്ടാമത്തെ പോയിന്റ് ആയിട്ടത് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 2.679. അതായത് ഇതാ ഇവിടുത്തെ ആദ്യത്തെ ലെങ്ത്. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് 2.679 ആയി. അടുത്തത് നോക്കി നോക്കൂ, ആദ്യം 0, 2.679, 10 20 30 അതൊക്കെ മാർക്ക് ചെയ്യാം. അടുത്തതിനകത്ത് നമുക്ക് എന്താണ്? അടുത്തതിനകത്ത് 10. അപ്പോൾ ആ പോയിന്റ് താഴ്ത്തിക്കുന്നു. അടുത്തതിനകത്ത് ഇവിടെ തന്നെ മാർക്ക് ചെയ്താൽ മതി, ദൂരത്തേക്കൊന്നും പോകണ്ട. 20 അത് കിട്ടി. അടുത്തതിനകത്ത് 30. ഈ സർക്കംഫറൻസ് എന്നുള്ള ഹൈറ്റാണ് ഈ മാർക്കിന്. ഓൾറെഡി ഇവിടെ പോയിന്റ് ഉണ്ടല്ലോ, അപ്പോൾ 30. ഇതൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിൽ വരയ്ക്കേണ്ടതാണ്? ഗ്രാഫിക്സിൽ പെൻസിലും പേനയും ഉപയോഗിച്ച് പേപ്പറിൽ വരയ്ക്കേണ്ടതാണ്. 37 നിങ്ങൾക്കത് പണ്ട് ഉണ്ടായിരുന്നു, പണ്ട് സിലബസിൽ ഉണ്ടായിരുന്നു. 37.32 അവിടെ 37.32. ഓക്കെ, അടുത്ത എത്രയാ? 40. രണ്ടും 40 ആണ്. അതായത് നമ്മളുടെ പോയിന്റ്, അതായത് മാക്സിമം ഹൈറ്റിലെത്തുന്നത് ഈ പോയിന്റിൽ വെച്ചാണ്, 90 ഡിഗ്രിയിലാണ്. 40. ആ 40 തന്നെയാണ് അടുത്ത 30 ഡിഗ്രി വരെ ഡെല്ലാണ്. ഓക്കെ, അപ്പോൾ 40. അപ്പോൾ നോക്കി നോക്കൂ, നിങ്ങൾക്ക് എല്ലാ പോയിൻറ്റ്സും കിട്ടി വരുന്നുണ്ട്. ക്യാം പ്രൊഫൈലിൻ്റെ പോയിൻറ്റ്സ് കിട്ടി വരുന്നുണ്ട്. ഇനി അടുത്ത നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഇതാ, ഇത് മാത്രമായിട്ട് ഡിവിഷൻ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ബ്രേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ വിത്ത് റെസ്പെക്റ്റ് ഈ ലൈൻ ബ്രേക്ക് ചെയ്യുക. അപ്പോൾ ഈ കഷ്ണം മാത്രമായിട്ട് കിട്ടും. ഓക്കെ, ആ കഷ്ണം മാത്രമായിട്ട് കിട്ടിയിട്ട് അതിനെ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ക്യൂ ഡിസ്റ്റൻസ് നമ്മൾ അവിടെ 4ആയിട്ടാണ് ചെയ്ത്, ഓർമ്മയുണ്ടല്ലോ, 60 ഡിഗ്രി. അത് 6ആയിട്ട് ചെയ്യണമായിരുന്നു, പക്ഷെ അതിങ്ങനെ കുറേ വർക്ക് വരുന്നതുകൊണ്ടാണ് ഞാൻ 4ആയിട്ട് ചെയ്തത്. 4ആയിട്ട് കിട്ടണമെങ്കിൽ 3ആയിട്ട് 3 പോയിന്റ്സ് ഇടണം. അപ്പോൾ എല്ലാം 10 ഡിഗ്രി അല്ല 15 ഡിഗ്രി തന്നെ, എല്ലാം 15 ഡിഗ്രി തന്നെ വരും. കൺസ്ട്രെയിൻസ് ഒക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞു. വീണ്ടും ലൈൻസ് എടുത്തിട്ട് നമ്മൾ ആ പോയിന്റ്സിലൂടെ ഓക്കെ 1 2 3. ഓക്കെ, ആ പോയിന്റ്സിലൂടെ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഇനി ബാക്കി റിമൈനിങ്
പോയിന്റ്സ് കിട്ടണ്ടേ നമുക്ക്, റിമൈനിങ് പോയിന്റ്സ് കിട്ടാൻ. ഇപ്പോൾ നമ്മളുടെ പോയിന്റ്സ് എവിടെ എത്തി? നമ്മുടെ ക്യാം പ്രൊഫൈലെ പോയിന്റ്സ് ഇതാ ഇങ്ങനെ പോയി ഇത് കൂടെ ഇവിടെ എത്തി. അപ്പോൾ ഏകദേശം ഈ ഏരിയയിലൊന്നിടാം, ഈ ഏരിയയിലൊന്നിടാം. എനിക്ക് ലെങ്ത് കൊടുക്കാണ്ട് കേട്ടോ, വെറുതെ ആദ്യം ഒരു പോയിന്റ് ഇടുകയാണ്. ഇതാ ഇവിടേക്ക് ഇടാം. ഏറ്റവും അവസാനത്തെ പോയിന്റ് വരെ എവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? റിട്ടേൺ സ്ട്രോക്കാണത്. റിട്ടേൺ ഇവിടെ എത്തും. ഈ പ്രൊഫൈലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്ക് കയറി മൊത്തം 90 ഡിഗ്രി SHM, 30 ഡിഗ്രി മറ്റേ ഡ്യുവലിൽ 90 ഡിഗ്രി 60 ഡിഗ്രി SHM ഇനീഷ്യൽ പൊസിഷൻ. അതാണ് റിട്ടേൺ സ്ട്രോക്ക്. കയറി ഇറങ്ങണം റിട്ടേൺ സ്ട്രോക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീണ്ടും ബേസ് ഫിഗർ എടുക്കുക. ബേസ് ഫിഗറിലെ ഹൈറ്റ് നോക്കും. 40 34.1 to 20 അങ്ങനെയാണ് 34.1. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താ? 34 പോയിന്റ്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ആദ്യത്തിൻ്റെ ഹൈറ്റ് ഈ പോയിന്റിൽ നിന്ന് ഈ 34.12. ഓക്കെ, അടുത്തത്ര? അടുത്തത് 20 ആണ് അടുത്തത്. അത് കഴിഞ്ഞ് 5.858 20 5. ഇത് എത്ര വരുന്നതെന്ന് പറഞ്ഞ് 20 ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ 5.858. ഈ ഹൈറ്റ് എത്രയാണ്? 5.858. ഈ ഹൈറ്റ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഈ ഒരു പ്രൊഫൈൽ വരച്ചത്. ഓക്കെ, ഈ ഒരു മൂവ്മെൻറ്റ് നൈഫ് എഡ്ജിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് ഷേപ്പിലായിരിക്കണം നമ്മളുടെ ക്യാം ഷാഫ്റ്റ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കണത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇതാ ഇവിടുന്ന് വന്നു, ഇതുവഴി ഇങ്ങനെ വന്ന് റിട്ടേൺ ഷോട്ട് എത്തി. ഞാൻ വീണ്ടും സ്പ്ലൈൻ എടുക്കുകയാണ്. നമ്മുടെ ക്യാം ഷാഫ്റ്റിൻ്റെ ഷേപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ അടിയിട്ട് ഇങ്ങനെ ഡുവൽ പോയിന്റ് ഇങ്ങനെ ഓക്കെ. എന്നിട്ട് എസ്കേപ്പ് അടിക്കും. ഇവിടെ എന്തോ ഒരു ഇത് കാണുന്നത്. ആദ്യത്തെ ഡിസ്റ്റൻസ് എത്ര? 2.679 അല്ലേ? അത് മാറിയിട്ട് 6.679 2 പോയിൻ്റാണ്. അതാണ് ആ ഷേപ്പിൽ അവിടെ ഒരു 2.679 ആണ് വേണ്ടത് കേട്ടോ. അതാണ് ഇപ്പം നീറ്റായില്ലേ? അതായത് അതിൻ്റെ ഷേപ്പിൽ അവിടെ ഒരു ബെൻഡ് പോലെ തോന്നും. അങ്ങനെ ബെൻഡൊന്നും വരില്ലേ, അതൊരു കറക്റ്റ് പ്രൊഫൈലായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഷേപ്പാണ് നമ്മളുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഷേപ്പ്. ഇനി ഇതിനെ നമ്മൾ 3 ഡയമെൻഷനായിട്ട് ഷാഫ്റ്റിൻ്റെ പാർട്ടാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ക്യാം പ്രൊഫൈൽ മാത്രമേ നമുക്ക് വേണ്ടൂ. ബാക്കിയുള്ള കൺസ്ട്രക്ഷൻ ലൈൻസ് ഒക്കെ നമ്മൾ എന്താക്കണം? ബാക്കിയുള്ള ലൈൻസൊക്കെ കൺസ്ട്രക്ഷൻ. ഇപ്പോൾ ഈ ലൈൻ നമുക്ക് ആവശ്യമില്ല, ഈ ലൈൻ ആവശ്യമില്ല, ഇതാവശ്യമില്ല. ഓക്കെ, ഇത്രയും ആവശ്യമില്ലാത്തതുകൊണ്ട് അതിനൊക്കെ ഇത് ഈ കൈയിൻ്റെ ബോളുള്ള പോലത്തെ ചിഹ്നം ഞെക്കി അതൊക്കെ ഡോട്ടഡ് ലൈനാവും, കൺസ്ട്രക്ഷൻ ലൈനാവും. അപ്പോൾ ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ഇല്ലാണ്ടാവും. ഓക്കെ, ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ഇല്ലാണ്ടാവും. അതുപോലെ ഇത് കണ്ടില്ലേ, അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അത് ഞാൻ കൺസ്ട്രക്ഷൻ ലൈനാക്കി, ഇത് കൺസ്ട്രക്ഷൻ ലൈനാക്കി, ഇത് കൺസ്ട്രക്ഷൻ ലൈനാക്കി. അതൊക്കെ പോയി. പിന്നെ ഈ പോയിൻറ്റ്സ് നമ്മളതിൻ്റെ സർക്കംഫറൻസ് ഇട്ടിട്ടുണ്ടായിരുന്ന ഡിവിഷൻ പോയിൻറ്റ്സ്, ആ ഡിവിഷൻ പോയിൻറ്റ്സ് ഒന്നും തന്നെ നമ്മുടെ പ്രൊഫൈലിൻ്റെ ഭാഗമല്ല. ഇതൊക്കെ എടുത്ത് കൺസ്ട്രക്ഷൻ ആക്കിയാൽ മാത്രമേ ഇത് പാഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് പാഡിങ് വർക്ക് ചെയ്യില്ല. ഇതൊക്കെ കൺസ്ട്രക്ഷൻ ആക്കി. അതുപോലെ ഈ പോയിൻ്റ് നമ്മൾ ഇട്ട് കിട്ടിയ പോയിൻ്റ് ഇത് ഇത്രയും പോയിന്റ്സ് ആക്കാൻ പാടുള്ളൂ. ഇവിടെ പോയിന്റ് ആയിട്ടല്ല കിട്ടിയിട്ടുള്ളത്, സ്പ്ലൈൻ സെലക്ട് ആയിരുന്നു.
ആ പോയിൻസുകൾ മാത്രം. എവിടെ ഞെക്കി പറയേണ്ട സ്പ്ലൈനും അതിൻ്റെ ഇവിടെയാണ് വന്നത്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അത് മൊത്തം സെലക്ട് ആവരുത്, ആ ഒരു പോയിന്റ് മാത്രമേ സെലക്ട് ആവുള്ളൂ, ആ പോയിന്റ്സുകൾ മാത്രം. അത് ഞാൻ ഒന്ന് കൺസ്ട്രക്ഷൻ എലമെൻ്റ് ആക്കി മാറ്റി. ഓക്കെ, ഇനി നമുക്ക് എക്സിറ്റ് വർക്ക് ബെഞ്ച് അടിച്ച് നോക്കാം. എക്സിറ്റ് വർക്ക് ബെഞ്ച് ഇതാ ഈ ലൈൻ, ഇതൊന്നും ആവശ്യമില്ല, ഇതാ ഇത് ഇനി ഞാൻ എക്സിറ്റ് വർക്ക് ബെഞ്ച് അടിക്കുകയാണ്. എക്സിറ്റ് വർക്ക് ബെഞ്ച് അടിക്കുമ്പോൾ ക്യാം പ്രൊഫൈൽ മാത്രമാണോ വരുന്നത് നോക്കാം. ഇതിൻ്റെ മുകളിൽ കുറേ പോയിന്റ്സ് ഇപ്പോഴും കാണാനുണ്ട്. നമുക്കിത് പാഡ് ചെയ്ത് നോക്കാം. പാഡ് ചെയ്യുമ്പോൾ എന്താ പറയുന്നത് നോക്കാം. ഈസിൻ്റെ ബോഡി എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ബോഡി അല്ല, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ പോയിന്റ്സ് കാണുന്നതുണ്ടല്ലോ, അതൊക്കെ ഇത് കിട്ടില്ല. പ്രിവ്യൂ അടിച്ച പ്രിവ്യൂ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല, പാർട്ട് കിട്ടില്ല. ക്യാൻസൽ അടിക്കുമ്പോൾ നമ്മൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ പോയിന്റ്സ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടി വരും, അധികപക്ഷം ചെയ്യേണ്ടി വരും. നമ്മൾ ഈ പോയിന്റ്സൊക്കെ ഒന്ന് ഇങ്ങനെ മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്ത് ആ പോയിന്റ്സുള്ള ഭാഗത്ത് മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ അവിടെ ഉള്ളതൊക്കെ സെലക്ട് ആവും. ഒന്ന് കൺസ്ട്രക്ഷൻ ഓഫ് ചെയ്ത് ഓൺ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെയും ഒന്ന് ഇങ്ങനെ അടിയുള്ള എല്ലാ പോയിന്റ്സും ഇങ്ങനെ സെലക്ട് ആക്കുക. എന്നിട്ട് കൺസ്ട്രക്ഷൻ ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. അപ്പോൾ ഒരുവിധമൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി വേറെ കാര്യം നമ്മൾ മറന്നുപോയിട്ടുണ്ടായിരുന്നു, അതുകൂടി മാറ്റണം. ഇങ്ങനെ ഒരാൾ ഇതിനകത്തുണ്ട്, ഇവൻ ഈ ഫിഗറുമായിട്ട് കണ്ടിന്യൂറ്റി ഇല്ല, ക്ലോസ്നെസ്സും ഇല്ല. ഇതിനെ മൊത്തത്തിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് അതിനെ കൺസ്ട്രക്ഷൻ ആക്കണം. മൊത്തത്തിൽ ഡ്രാഗ് ചെയ്തതിനെ അതിന് ഈ ഫിഗറിനകത്ത് ഒരു കണ്ടിന്യൂറ്റി ഇല്ല, അത് കിട്ടാനുള്ള ബേസ് ഫിഗർ മാത്രമാണ്. ഓക്കെ, സോ ഇത്രയും വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇനി എക്സിറ്റ് വർക്ക് ബെഞ്ച് അടിച്ച് നോക്കാം. ഇപ്പോൾ ഇത് ഇവിടെ ഒരു പോയിന്റ്സ് മാത്രം കാണും, അവൻ ഇതിനകത്ത് പെട്ടിട്ടില്ല. അവനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതിനെ സെലക്ട് ചെയ്യുക, കണ്ടില്ലേ, കൺസ്ട്രക്ഷൻ ആക്കുക. ഇതുവരെ അവൻ കൺസ്ട്രക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മിസ്സായി പോരുന്നു ഒരാളിന്. എക്സിറ്റ് വർക്ക് ബെഞ്ച് അടിക്കുക. ഇനി ആരെങ്കിലും എവിടെയും കാണണ്ടോ, ഇതൊന്നും പോയിന്റ്സ് അല്ല, അതൊക്കെ കണ്ടിന്യൂറ്റിയാണ്, സർക്കിളിൻ്റെ കണ്ടിന്യൂറ്റി. പാഡ് ചെയ്യുമ്പോൾ ഒരു 20 mm തിക്നെസ് കൊടുക്കാം. 20 mm തിക്നെസ്സിൽ പാഡ് കൊടുക്കാം. ഞാൻ ഓക്കെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാം ഷാഫ്റ്റ്. ഇതാണ് എന്ത്, ക്യാം ഷാഫ്റ്റ്. ഈ ക്യാം ഷാഫ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ്, വിത്ത് റെസ്പെക്ട് സർക്കിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കാണിച്ചു തരാം. ഇനീഷ്യലി ഇവിടെയാണ് നിൽക്കുന്നത്. ഇത് നമ്മുടെ ഗൈഡർ ഇങ്ങനെ മൂവ് ചെയ്യുന്നു, സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇവിടെ എത്തി ഡ്വെല്ല്, വീണ്ടും സിമ്പിൾ ഹാർമോണിക് മോഷൻ, തിരിച്ച് ഇവിടെ എത്തി. ഇതാണ് അതിൻ്റെ ഷേപ്പ്, സിമ്പിൾ ഹാർമോണിക് മോഷനിലുള്ള ക്യാം ഷാഫ്റ്റിൻ്റെ ഷേപ്പ്. ഇനി യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഒരു എൻജിനിനകത്ത് ഉണ്ടാവുക എന്നുള്ളത് ഏകദേശം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം കൂടി ചെയ്യാം. അപ്പോൾ ഇതാണല്ലോ ഡ്വെല്ല്. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ഷാഫ്റ്റ് ഉണ്ടാവുക. ഒരു എക്സാമ്പിളിലാണ് ചെയ്യുന്നത് കേട്ടോ, ജസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ 30 ഇരുന്നോട്ടെ. ഡയമീറ്റർ അല്ലേ, ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ 30 ഇരുന്നോട്ടെ. ഞാൻ അതിലൂടെ ഷാഫ്റ്റ് ഇടുകയാണ്. ഈ ഷാഫ്റ്റ് ഇടുമ്പോൾ ഞാൻ അതിനെ പാഡ് ചെയ്യാണ്. പാഡ് ചെയ്താൽ അതിനെ ഞാനൊരു 50 അല്ലെങ്കിൽ 100 mm മിറർ റെസ്റ്റൻ്റ് രണ്ട് സൈഡിൽ. ഒരു മിനിറ്റ്, ഹാങ് ആയതാണ്. രണ്ട് സൈഡിലേക്ക് നിന്നുള്ള മിറർ എക്സ്റ്റെൻറ്റ് ഒരു 100 mm രണ്ട് സൈഡിലേക്ക് ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പോൾ രണ്ട് സൈഡിലേക്ക് 100 mm. ഇതാണ് ക്യാം ഷാഫ്റ്റ് നമ്മൾ വരയ്ക്കേണ്ട രൂപം. ഓക്കെ, ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഇവൻ ഇതിൻ്റെ മുകളിൽ വെച്ച് ഗൈഡ് ലൈൻസ് ഇങ്ങനെ മൂവ് ചെയ്യാം. ഓക്കെ, അതിനകത്ത് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇത് ഇങ്ങനെ n നമ്പർ ഓഫ് ക്യാം ഷാഫ്റ്റുകൾ. ഈ ഷാഫ്റ്റിൻ്റെ മുകളിൽ നമ്മുടെ ഇപ്പോൾ ഓരോ എൻജിന് ഇത്ര സിലിണ്ടർ ഉണ്ടാവും. ഇപ്പോൾ 6 സിലിണ്ടർ എൻജിൻ ആണെങ്കിൽ ഇതുപോലത്തെ 6 ക്യാം പ്രൊഫൈൽസ് വേണം അതിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം കൺട്രോൾ ചെയ്യണം. ഒരൊറ്റ ഷാഫ്റ്റ് റൊട്ടേഷനകത്ത് ഈ എല്ലാ വാൾവുകളും കൺട്രോൾ ചെയ്യണം. ആ വാൾവിൻ്റെ ടൈമിങ്, ഇപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ വാൾവ് ഓപ്പൺ ആവുന്ന ടൈമിൽ അതിൻ്റെ അടുത്ത സിലിണ്ടറിൻ്റെ വാൾവ് ഓപ്പൺ ആവുക. കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മോഷൻ ടൈംലി സിങ്ക്രോണൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുക,
ടൈംലി സിങ്ക്രോണൈസ് ചെയ്താൽ മാത്രമാണ് എക്സാക്റ്റ് ആയിട്ടുള്ള IC എഞ്ചിൻ ഓപ്പറേഷൻ നടക്കുക. സോ അതിനകത്ത് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഉണ്ടോ നോക്കട്ടെ വേണ്ടിയിട്ട് ഒരു ക്യാം ഷാഫ്റ്റ്, IC എഞ്ചിൻ ക്യാം ഷാഫ്റ്റ് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരു IC എഞ്ചിൻ ക്യാം ഷാഫ്റ്റ്. കാണാണ്ട് വിചാരിക്കുന്ന ഒരു മിനിറ്റ് ലോഡാവട്ടെ. ലോഡായി വരട്ടെ. ഇതുപോലത്തെ ഈ ക്യാമുകൾ കുറേ എണ്ണം ഒറ്റ ഷാഫ്റ്റിൽ വെച്ചിട്ട് അവയുടെ എല്ലാം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓപ്പറേഷനാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സിലിണ്ടറുകളെ ടൈംലി കോർഡിനേറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഇൻ വാൾവ് എക്സിറ്റ് വാൾവ് എല്ലാം ക്ലിയർ ആയിട്ട് ഒരു മിനിറ്റ് അത് വരട്ടെ. അത് നോക്കിയ അത്ര ക്ലിയർ ആയിട്ടുള്ള ഫിഗറല്ല, വേറെ നിർത്തല. ഒരു ഷാഫ്റ്റിനകത്ത് എത്ര ക്യാംസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് നിന്ന് ക്ലിയർ ആവും. ഒരു ക്യാം ഷാഫ്റ്റാണ്, ഒരു എഞ്ചിനകത്തുള്ള ക്യാം ഷാഫ്റ്റാണ്. ഓക്കെ, ആ ക്യാം ഷാഫ്റ്റ് അത് ഒരു ക്യാമാണ്. അത് ഒരു സിലിണ്ടറിലേക്കുള്ള 2 ക്യാം വെക്കുമല്ലോ, 2 വാൾവിലോട്ടുള്ള ക്യാമുകളാണ്. ഓക്കെ, അതൊരു ക്യാമാണ്. നോക്കി നോക്കുക ക്യാം എങ്ങനെ വർക്ക് ചെയ്യുന്നത്. ക്യാമിൻ്റെ ഓപ്പറേഷൻ കണ്ടില്ലേ? ഇതാ ആ ക്യാമിൻ്റെ ഓപ്പറേഷൻ ഓരോ ഈ മൂവ്മെൻറ്റ് വരുമ്പോൾ ഈ വാൾവ് ഓപ്പൺ ആവും, ഈ മൂവ്മെൻറ്റ് വരുമ്പോൾ ഈ വാൾവ് ഓപ്പൺ ആവും. അപ്പോൾ ഇതാണ് ആ ക്യാം മൂവ്മെൻറ്റ്. ഓക്കെ, ഇതാ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാം. ഇതാ ഇവിടെ ഈ ഫിഗർ നോക്കിയോ. ഇതാ നോക്കി നോക്കൂ, ഇതൊക്കെ ക്യാം പ്രൊഫൈൽസ് ആണ്. ഇതിനകത്ത് എത്ര ക്യാംസാണ് വെച്ചിരിക്കുന്നത് നോക്കി നോക്കൂ. ഓരോ എഞ്ചിൻ ഓപ്പറേഷനും ഇതിപ്പോൾ ഇല്ലേ 6 സിലിണ്ടർ എഞ്ചിനാണ്. ഈ കാണുന്നത് 6 സിലിണ്ടർ എഞ്ചിനാണ്. ഈ 6 സിലിണ്ടർ എഞ്ചിനകത്ത് ഓരോ സിലിണ്ടറിന് പിസ്റ്റൺ മൂവ്മെൻറ്റിനെ ഗൈഡ് ചെയ്യുന്ന ക്യാമിൻ്റെ ഓപ്പറേഷൻസും കാര്യങ്ങളും അല്ലേ, ക്രാങ്ക് ഷാഫ്റ്റ് അതിനനുസരിച്ചുള്ള ക്യാം ഓപ്പറേഷൻസ് ഇതെല്ലാം തുറന്നാണ്. ഇതാണ് ഓരോ വാൾവുകളുടെ ഓപ്പറേഷൻ കണ്ടില്ലേ. ഇതാണ് ഓരോന്നിൻ്റെ ഇൻടേക്ക് എക്സോസ്റ്റ് വാൾവ് ഓപ്പറേഷൻസ്. ഈ എഞ്ചിനകത്തുള്ള ഓപ്പറേഷൻസിനകത്ത് ഉപയോഗിക്കുന്ന എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് കാണിക്കുന്നത്. നിങ്ങൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണുക. ഇവിടെയാണ് നമ്മൾ ഇനി ഒരു കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞ സാധനം പഠിക്കുന്നുണ്ട് അടുത്ത്. അതാണ് ഈ സാധനം, കണക്റ്റിംഗ് റോഡ്. കണ്ടോളൂ കേട്ടോ, ഇതാണ് കണക്റ്റിംഗ് റോഡ്. അടുത്ത എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ അടുത്ത എക്സ്പെരിമെൻ്റ് ആണ് കണക്റ്റിംഗ് റോഡ്. ക്യാം പ്രൊഫൈൽ മൂവ്മെൻറ്റ്സ് ആണ് അതായത് ക്യാം മൂവ്മെൻറ്റ്സ് പോലെ കേട്ടോ. ഒറ്റ ഷാഫ്റ്റിലേക്കാണ് എല്ലാ 6 സിലിണ്ടറിൻ്റെയും മോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഇതിനകത്ത് പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു എങ്ങനെയാണ് ക്യാം ഷാഫ്റ്റ് പ്രൊഫൈൽ എന്നുള്ളത് കാണുകയാണ്. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഓരോ മോഷനെയും ഓരോ ഇതിൻ്റെ ഗൈഡ് പോയിൻറ്റ്സും വെവ്വേറെ രീതിയിലാണ് മൂവ് ചെയ്യുക. അപ്പോൾ അങ്ങനെ സെറ്റ് ഓഫ് ക്യാംസ് ഇതാണ് അതിൻ്റെ ഏറ്റവും എക്സാമ്പിൾ എക്സാമ്പിൾ. സെറ്റ് ഓഫ് ക്യാംസ് ഇതിനകത്തുണ്ടാവും, ഈ ഒരു ഷാഫ്റ്റിനകത്തുണ്ടാവും ഫോർ ദ മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഷാഫ്റ്റ് മൂവ്മെൻറ്റ് റൊട്ടേഷൻ സിമ്പിൾ ഹാർമോണിക് ആക്കാം, അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആക്കാം, അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പോൾ ഇത്രയും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇതാണ് നമ്മുടെ ഈ ഇതിൻ്റെ ആൻസർ. ക്യാം പ്രൊഫൈൽ പറഞ്ഞ രീതിയിലുള്ള ക്യാം പ്രൊഫൈൽ കിട്ടി. ഇത് നമുക്ക് ഇനിയിപ്പോൾ ഇതിനകത്ത് ഈ ഷാഫ്റ്റ് വരയ്ക്കണം നിർബന്ധം തന്നെ നമുക്ക് ഈ ബ്ലോക്കാണ് കിട്ടേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാനൊന്നും ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ക്യാം പ്രൊഫൈൽ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്റ്റാർട്ട്, മെക്കാനിക്കൽ ഡിസൈൻ, ഡ്രാഫ്റ്റിംഗ്. ഓക്കെ, ഡ്രാഫ്റ്റിങ്ങിനകത്ത് ഞാൻ ഏതെങ്കിലും ഒരു ഓറിയൻറ്റേഷൻ എടുത്തു, ഓക്കെ കൊടുത്തു. അതിൻ്റെ ഓറിയൻറ്റേഷനകത്ത് അത് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അതെങ്ങനെയാണെന്ന് വരുന്നത് വെച്ചാൽ അതുപോലെ വന്നോട്ടെ. നമുക്കൊരു ആൻസർ കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. അത് ഇന്ന ഫ്രണ്ട് വ്യൂ ആണ്, ഇന്ന ടോപ്പ് വ്യൂ ആവണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഓറിയൻറ്റേഷൻ വന്നോട്ടെ, നമുക്ക് എന്തായാലും അത് കിട്ടുമല്ലോ. അതിനകത്ത് ഒരു ഐസോമെട്രി ഫിഗറും കൂടി ആഡ് ചെയ്താൽ മതി. ഇത് വരട്ടെ, ഒരു മിനിറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളെ ക്യാം പ്രൊഫൈൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി യൂസ് ആണ്. നമുക്ക് ഈ സാധനങ്ങൾ മാത്രമേ ആക്ച്വലി വേണ്ടൂ, ഈ ക്യാം മാത്രമേ നമുക്ക് ആക്ച്വലി വേണ്ടൂ. ഇതാണ് ക്യാം പ്രൊഫൈൽ. ഓക്കെ,
അത് വേറെ വ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇത് ഫ്രണ്ട് വ്യൂയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതെൻ്റെ ടോപ്പ് വ്യൂ, ഇതെൻ്റെ സൈഡ് വ്യൂ, അത് നീങ്ങിക്കോട്ടെ. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഒരു ഐസോമെട്രിക് വ്യൂ കൂടി ഇൻസേർട്ട് ചെയ്തൊക്കെ. ഇൻസേർട്ട് വ്യൂ പ്രൊജക്ഷൻ ഐസോമെട്രിക് വ്യൂ. ഐസോമെട്രിക് വ്യൂ ആരുടെ വേണ്ട? നമ്മളെ ക്യാം പ്രൊഫൈലിൻ്റെ ഐസോമെട്രിക്, ക്യാം ഷാഫ്റ്റിൻ്റെ ഐസോമെട്രിക്. അപ്പോൾ അതിൻ്റെ ക്യാം ഷാഫ്റ്റിൻ്റെ ഐസോമെട്രിക് വ്യൂ അവിടെ പോയിട്ട് എന്തെങ്കിലും ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ക്യാം ഷാഫ്റ്റ് വരും. ഏത് ഓറിയൻറ്റേഷനിലൊക്കെ കാണിച്ചു വെച്ചാൽ അതുപോലെ വെക്കാം. ഇങ്ങനെ വെക്കണം, അത് ഇങ്ങനെ വെക്കണം, അത് ഇങ്ങനെ വെക്കണം, അത് ഇങ്ങനെ വെക്കണം, അത് ഇഷ്ടം പോലെ വെക്കാം. ഓക്കെ, ഇതാണ് കുറച്ചുകൂടി നല്ല രൂപം തോന്നുന്നത്. കുറച്ചുകൂടി ക്യാമ്പ് കാണാൻ അത് ഏതാണെങ്കിൽ ആ രൂപത്തിനകത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ക്യാം പ്രൊഫൈലിൻ്റെ രൂപമായി. ഇത് നിങ്ങൾക്ക് PDF ആയിട്ട് സേവ് ചെയ്യാം. ഓക്കെ ഓക്കെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇതേ ഫിഗർ തന്നെ ഇത് തന്നെ നമുക്ക് സ്റ്റാർട്ട് മെക്കാനിക്കൽ ഡിസൈൻ, പാർട്ട് ഡിസൈൻ, രണ്ടാമത്തെ ഇതിപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലോ. രണ്ടാമത്തെ ഒന്ന് ക്യാം പ്രൊഫൈൽ ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രോബ്ലത്തിനകത്ത് ഒന്നിൽ കൂടുതൽ ക്യാം ഷാഫ്റ്റിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാകും. ഇതിപ്പോൾ ഒരു ക്യാം ഷാഫ്റ്റിൻ്റെ പ്രോബ്ലം, ഇതൊരു അടുത്ത ക്യാം ഷാഫ്റ്റാണ്. ദ ക്യാം ഈസ് ടു ഗിവ് ദ ഫോളോയിങ് മോഷൻ ടു ദ നൈഫ് എഡ്ജ്. ഇവിടെ SHM-ലാണ് നമ്മൾ രണ്ടെണ്ണം ചെയ്തത്. ഓക്കെ, ഇവിടെ ഔട്ട് സ്ട്രോക്ക്, റിട്ടേൺ സ്ട്രോക്കും ഔട്ട് സ്ട്രോക്കും, പുറത്തോട്ടുള്ള ഔട്ട് സ്ട്രോക്ക് 60 ഡിഗ്രി. ആദ്യം അവിടെ 90 വരെ 60 ഡിഗ്രി ആയിരുന്നു. പിന്നെ അവിടെയും 30 ഡിഗ്രി ഡുവലാണ്, ഇവിടെയും 30 ഡിഗ്രി ഡുവലാണ്. റിട്ടേൺ 60 ഡിഗ്രി എന്താണ് ക്യാം റൊട്ടേഷൻ. പിന്നെ 210 ഡിഗ്രി, ഇവിടെ 180 ഡിഗ്രി റെസ്റ്റ് ഉണ്ടായിരുന്നത്, അവിടെ 120 ഡിഗ്രി ഡുവലാണ്. ഓക്കെ, അപ്പോൾ 90, 30, 60, 180ക്ക് പകരം ഇവിടെ 60, 30, 60, 210 ആണ് ഡിഫറൻസ്. ഓക്കെ, the stroke of the follower is 40 mm. Stroke of follower maximum height 40 mm ആണ്. and minimum radius of cam 50 mm ആണ്. radius of the cam 50 mm ആണ്. maximum height എത്തുന്നത് 40 mm ആണ്. The follower moves with uniform velocity during both the outstroke and return stroke. യൂണിഫോം വെലോസിറ്റി സാധാരണ മൂന്നാമത്തെ ഒരു പ്രോബ്ലം കൂടി ചോദിക്കുമ്പോൾ എങ്ങനെ അറിയോ? ഫോർവേഡ് സ്ട്രോക്ക് SHM-ഉം റിവേഴ്സ് സ്ട്രോക്ക് യൂണിഫോം വെലോസിറ്റിയും ചോദിക്കാറുണ്ട്. ഇത് മിക്സ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഈ രണ്ട് പ്രോബ്ലത്തിനകത്തും ഇത് യൂണിവേഴ്സിറ്റിക്ക് നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. രണ്ട് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? രണ്ട് ഫോർവേഡ് സ്ട്രോക്കും റിട്ടേൺ സ്ട്രോക്കും SHM ആണ്. ഇതിനകത്ത് ഫോർവേഡ് സ്ട്രോക്കും യൂണിഫോം വെലോസിറ്റിയാണ്, റിട്ടേൺ സ്ട്രോക്കും യൂണിഫോം വെലോസിറ്റിയാണ്. ശരിക്കും അങ്ങനെയല്ല ചോദിക്കാറുള്ളത്. ഫോർവേഡ് സ്ട്രോക്ക് SHM-ലും റിവേഴ്സ് സ്ട്രോക്ക് നമ്മുടെ യൂണിഫോം വെലോസിറ്റിയാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് നമുക്ക് സ്ട്രോക്ക് മൂവ്മെൻറ്റ്, ഈ പ്രോബ്ലം നോക്കൂ. ഈ പ്രോബ്ലത്തിനകത്ത് സ്ട്രോക്ക് മൂവ്മെൻറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 40 mm തന്നെയാണ്. ഓക്കെ, വരയ്ക്കാനുള്ള ഡയമീറ്ററാണ് 50. ആ സർക്കിൾ ആദ്യം വരച്ചിട്ട് നമ്മൾ ശരിക്കുള്ള വരയ്ക്കില്ല, അപ്പോഴാണ് 50. അത് വിട്ടേക്കും. നമുക്കിപ്പോൾ 40 തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ സാധാരണത്തെ പോലെ മാറ്റി വരയ്ക്കുക. ഞാൻ പെട്ടെന്ന് ഓടിച്ച് വരയ്ക്കുകയാണ്. ഓക്കെ, നേരിട്ട് ബോക്സ് എടുക്കുകയാണ്. 40 ഹൈറ്റ് അല്ലേ? 40 ഹൈറ്റിൽ ഇവിടെ എങ്ങനെയാണ് ഡിവിഷൻസ് പറഞ്ഞിരിക്കുന്നത്? 60, 30, 60, 210. അപ്പോൾ ഇതെല്ലാം കൂടി ബന്ധപ്പെട്ട ഇത് നമുക്ക് 16 എങ്ങനെ ആക്കണം? 16 6 ഡിവൈഡ് ചെയ്യണം. 16 എങ്ങനെ ഡിവൈഡ് ചെയ്യണം? 6 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൊത്തം 10 ഡിഗ്രി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 20 ഡിഗ്രി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അത്ര മതി. 20 ഡിഗ്രിയൊക്കെ ഡിവൈഡ് ചെയ്യാം. നമുക്ക് 3 ആയിട്ട് ചെയ്യാം. ശരിക്കും 6 ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്നാണ് കണക്ക്. ശരി, എന്തെങ്കിലും ആക്യുറസി കൂടാൻ വേണ്ടി 6 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എല്ലാം 10 ഡിഗ്രി ആക്കി എടുക്കാം. അപ്പോൾ 10 ഡിഗ്രി ആക്കി എടുക്കുമ്പോൾ നമുക്ക് 40 ഡിഗ്രി ഹൈറ്റ് 10 ഡിഗ്രി ആക്കി എടുക്കാറ് 360 ഡിഗ്രി 10 ഡിഗ്രി ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ് 210 ഡിഗ്രി. നമ്മളിപ്പോൾ അത്ര ഒന്നും എടുക്കണ്ട, കാരണം ബാക്കി ഡുവൽ പോർഷൻ നമ്മൾ വരയ്ക്കണം നിർബന്ധമില്ല. ഓക്കെ, ഡുവൽ പോർഷൻ നമ്മൾ വരയ്ക്കണം നിർബന്ധമില്ലാത്തതുകൊണ്ട് 60, 30, 60 210 വേറെ എടുക്കണ്ട. 60, 30, 60 എത്ര? 90, 60, 150. ഓക്കെ, എടുത്ത് കറക്റ്റാണ്. അതിനകത്ത് ആദ്യത്തെ 60 എടുത്തു, രണ്ടാമത്തെ 30 ഡുവലിൽ 10 ഡിഗ്രി 30 എടുത്തു, പിന്നെ അടുത്ത 60. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ നിന്ന് 210 ഉണ്ട്, അത് നമുക്ക് നോക്കണ്ട, കാരണം അതിൽ പ്രൊഫൈൽ വരുന്നൊന്നുമില്ലല്ലോ. ഇവിടെ വളരെ ഈസിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനൊക്കെ ഡിവൈഡ് ചെയ്യുക, എല്ലാം 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാനൊക്കെ എന്തെങ്കിലും എളുപ്പമാർഗം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് നെറ്റ് തപ്പാം. ഒരുപാട് ടൂൾസ് ഉണ്ട്, എല്ലാം നമുക്ക്
എപ്പോഴും നമുക്ക് നോക്കാറിയില്ല. ഓക്കെ, ഈ സിമ്പിൾ ഹാർമോണിക്കിൽ നമ്മളിപ്പോൾ SHM ആയപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടിയത്? SHM ആയിരുന്നപ്പോൾ നമ്മൾ 0 തുടങ്ങി ഇങ്ങനെ ഒരു പ്രൊഫൈൽ ഇവിടെ എത്തി, ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു. ഇനി നമ്മുടെ ഇവിടുത്തെ പ്രോബ്ലത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രൊഫൈൽ യൂണിഫോം വെലോസിറ്റി മൂവ്മെൻ്റ് ആണ്. യൂണിഫോം വെലോസിറ്റി മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു എളുപ്പമുണ്ട്. നമുക്ക് ഒരു ലൈൻ എടുത്തിട്ട് 0യിൽ നിന്ന് മാക്സിമം ഹൈറ്റ് വരെ ഇങ്ങനെ ഒറ്റ ലൈൻ വരച്ചാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഡ്വെല്ലാണ്. ഇവിടുന്ന് തിരിച്ച് റിട്ടേൺ സ്ട്രോക്കും. ഇതെങ്ങനെ ഇപ്പോൾ കൂടിയത്? റോവന്നെ അല്ല. ഓക്കെ, കറക്റ്റാണ്. റിട്ടേൺ സ്ട്രോക്കും. ഓക്കെ, ഫോർവേഡ് ഷോക്കും റിട്ടേൺ ഷോക്കും. ഇനി എന്താ ചെയ്യേണ്ടത്? ഓരോന്നിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്യുക. ഇതാ ഇവിടെയൊക്കെ ഈ പോയിന്റ്സ്, ഇപ്പോൾ ഈ ഇതുണ്ടല്ലോ, ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പോയിന്റ്സ് ഉണ്ടായിരുന്നല്ലോ. ഇവിടെ നമുക്ക് നേരത്തെ പോലെ പോയിന്റ്സ് കിട്ടിയിട്ടില്ല. കാരണം നേരത്തെ ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുമ്പോൾ അത് ആ ലൈൻ ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിന്റ് ഇടാം. ഇതൊക്കെ ജോയിൻ ചെയ്യുന്നിടത്ത് പോയിന്റ് ഇടാം. അതായത് പോയിന്റ് ഈ പോയിന്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. പോയിന്റിൽ ആരെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന അറിയോ? ഇന്റർസെക്ഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യണം. ഇന്റർസെക്ഷൻ ക്ലിക്ക് ചെയ്യുക. അതായത് 2 ലൈൻ നമ്മൾ ഇന്റർസെക്ഷൻ, ഇവനും തമ്മിലുള്ള ഇന്റർസെക്ഷൻ, ഇവനും തമ്മിലുള്ള ഇന്റർസെക്ഷൻ, ഇവനും തമ്മിലുള്ള ഇന്റർസെക്ഷൻ, അത്ര മതി. കാരണം ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, കാരണം ആ സെയിം ലെങ്ത് ആണ്, അത് മതി. ഓക്കെ, ഇനി നോക്കി നോക്കൂ. ഇനി ലെങ്ത് എടുത്ത് നോക്കൂ. ഇതാ 6.67, 13.33, അടുത്ത് 20 വരണം. കിടക്കും. 26.667, 33.33, 40. അതുപോലെ തന്നെ 40, ഇത് ഇതിൻ്റെ റിവേഴ്സാണ് വരിക. 40, 33.33, 26.67. ഓക്കെ, അപ്പോൾ നേരത്തെ വ്യത്യാസമായിട്ട് ഇവിടെ എന്താ കിട്ടിയത്? ലെങ്ത്തുകൾ കണ്ടുപിടിക്കാൻ യൂണിഫോം വെലോസിറ്റി. എക്സാമിന് ചോദിക്കുന്ന വേറെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് 60 ഡിഗ്രി സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ കർവ്ഡ് കിട്ടും, പിന്നെ ഡ്വെല്ല്, പിന്നെ യൂണിഫോം മോഷൻ, അങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ആ സർക്കിളിൻ്റെ മുകളിലോട്ട് പോയിന്റ്സ് കൊണ്ടുപോകേണ്ട ലെങ്ത്തുകൾ ഇങ്ങനെയാണ് കിട്ടിയത്, യൂണിഫോം വെലോസിറ്റി. അപ്പോൾ യൂണിഫോം വെലോസിറ്റിയിലാണ് നിങ്ങൾക്ക് മൂവ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അതുപോലെ ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ ഈ 2 പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. 2 അല്ല 3 4 എത്ര പ്രോബ്ലംസ് ഉണ്ട് അതിൻ്റെ കോമ്പിനേഷൻ മാറുന്നതനുസരിച്ച്. അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാമത്തെ പ്രോബ്ലം. അപ്പോൾ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ എങ്ങനെയാണ് ക്യാമ്പ് പ്രൊഫൈൽ വരയ്ക്കാന്ന് ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. യൂണിഫോം വെലോസിറ്റി ഫോർവേഡ് സ്ട്രോക്ക്, ഡ്വെല്ല്, യൂണിഫോം പ്രൊഫൈൽ റിട്ടേൺ സ്ട്രോക്ക്. ഓക്കെ, ഇത് വെച്ചിട്ട് വരയ്ക്കുമ്പോൾ ഷേപ്പ് എന്താ വെച്ചാൽ നിങ്ങൾ വരച്ചോളൂ. ആദ്യം SHM ചെയ്തു, ഇനി അല്ലെങ്കിൽ SHM ഒരു പ്രൊഫൈൽ SHM ഒരു ഇത് യൂണിഫോം വെലോസിറ്റി ആയിട്ടും ചോദിക്കാം. അപ്പം അതിനനുസരിച്ച് ചോദിക്കുന്ന പ്രോബ്ലത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. എക്സാം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് എക്സ്റ്റേണലിൻ്റെ പ്രസൻസിൽ നടക്കാൻ പോകുന്ന എക്സാമാണ്. അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കോളേജിൽ എത്തിയിട്ട് വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ.